ഹലോ 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 ഓഡിബിൾ ആണല്ലോ സർ, കണ്ടു. ഓഡിബിൾ ആണല്ലോ അല്ലേ? ഓക്കെ ഓക്കെ, താങ്ക്സ്. ഓക്കെ ഓക്കെ, ഒരു സെക്കൻഡ്, ഞാൻ ഡോക്യുമെന്റ് ഒന്ന് ഷെയർ ചെയ്യാം. 55 യെസ് 8555. ഒരു സെക്കൻഡ്, ഡോക്യുമെന്റ് ഒന്ന് ഷെയർ ചെയ്തോട്ടെ. യെസ്, നമ്മളിന്ന് പരീക്ഷയ്ക്ക് ആപ്ലിക്കേഷന്റെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫീസ് അടയ്ക്കേണ്ടത്, രജിസ്ട്രേഷൻ സംബന്ധിച്ച കാര്യങ്ങളൊക്കെയാണ്. ഞാനൊരു ഡോക്യുമെന്റ് ഒന്ന് ഷെയർ ചെയ്തേക്കാം. ഓക്കെ, ആദ്യം എൻ്റെ ഒരു ചെറിയ PDF ഷെയർ ചെയ്യാം. അതിനുശേഷം പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ തന്നെ ഷെയർ ചെയ്യാം. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ? ഒരു സെക്കൻഡ്. പരീക്ഷയ്ക്ക് എങ്ങനെയാണ് അപേക്ഷ അയക്കേണ്ടതെന്ന് സംബന്ധിച്ച് നമ്മളൊരു വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ രജിസ്ട്രേഷൻ നടത്തണം ആദ്യം. അതായത് PSC സാധാരണഗതിയിൽ PSCയുടെ സൈറ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ www.keralapsc.com എന്ന് പറഞ്ഞ് PSCയുടെ സൈറ്റിൽ പ്രവേശിച്ചാൽ അത് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ലോഗിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്, ഒരു ബട്ടൺ ഉണ്ട് അവിടെ. അത് ക്ലിക്ക് ചെയ്താൽ മതി. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് രജിസ്ട്രേഷൻ എഴുതി കാണിച്ചിരിക്കും. അപ്പൊ ന്യൂ രജിസ്ട്രേഷൻ എന്ന് കാണിക്കും. അത് ഓപ്പൺ ചെയ്തപ്പോൾ അങ്ങ് പ്രൊസീഡ് ചെയ്താൽ മതി. PSC തുളസിയിലല്ല വൺ ടൈം രജിസ്ട്രേഷൻ നടത്തുന്നത്. PSC തുളസിയിലാണ് സാധാരണ മറ്റ് ജനറൽ കാറ്റഗറി നമ്മൾ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴതാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നതിനായി ഓൺലൈനായി രജിസ്ട്രേഷൻ നടത്തേണ്ട വിധം, ഇതിന്റെ ഒരു ചെറിയ വീഡിയോ യൂട്യൂബിന്റെ ഒരു ലിങ്ക് കൂടി ഞാൻ അയച്ചേക്കാം. വളരെ വിശദമായിട്ട് ആ വീഡിയോ ഇങ്ങനെ കാണിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനായി കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.gov.in ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് രജിസ്ട്രേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ രജിസ്ട്രേഷൻ പേജ് സ്ക്രീനിൽ തെളിയും. പ്രസ്തുത പേജിൽ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് വിഭാഗത്തിലെ പുതിയ വിശേഷങ്ങളും വാർത്തകളും കൂടാതെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പരീക്ഷ ലോഗിൻ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു രജിസ്റ്റർ ചെയ്യുന്ന ആദ്യം രജിസ്റ്റർ പ്രസ്തുത പേജിലെ സൈൻ അപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഓൺലൈൻ ഫോം സ്ക്രീനിൽ ലഭ്യമാവും. ആദ്യമായി പരീക്ഷാർത്ഥിയുടെ അടുത്ത കാലത്തെടുത്ത പാസ്പോർട്ട് സൈസ് വലിപ്പത്തിലുള്ള സ്കാൻ ചെയ്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, സ്കാൻ ചെയ്ത ഫോട്ടോയുടെ വലിപ്പം ഒരു കാരണവശാലും 30 KB കൂടാൻ പാടില്ല. അതിനുശേഷം പരീക്ഷാർത്ഥിയുടെ വ്യക്തിഗത വിവരങ്ങൾ ചേർക്കുക. അതിൽ ഇമെയിൽ അഡ്രസ് ഒഴികെ എല്ലാ വിവരങ്ങളും ചേർക്കേണ്ടതാണ്. ഉദ്യോഗ സംബന്ധമായ വിവരങ്ങൾ, തിരിച്ചറിയൽ വിവരങ്ങൾ എന്നിവയും നൽകണം. പരീക്ഷാർത്ഥിയുടെ ഡിപ്പാർട്ട്മെന്റോ തസ്തികയുടെ വിവരങ്ങൾ ഫോമിൽ ലഭ്യമല്ലെങ്കിൽ ആ വിവരം PSC ഹെൽപ്പ് ഡെസ്കിൽ പറഞ്ഞിട്ടുള്ള ഫോൺ നമ്പറിൽ വിളിച്ച്, നമ്മൾ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ ഇപ്പോൾ ഓരോ ഡെസിഗ്നേഷൻ അത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്ലാർക്ക്, ടീച്ചർ, പ്രൈമറി സ്കൂൾ, LPST, UPST, അങ്ങനെ തസ്തികയുടെ പേരില്ലെങ്കിൽ PSCയിൽ ഇൻഫോം ചെയ്താൽ അവർ തസ്തികയുടെ പേര് ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, മേൽപ്പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ നൽകി ഡിക്ലറേഷനിൽ പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ വായിച്ചു നോക്കി അതിലുള്ള ബോക്സിൽ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ പരീക്ഷാർത്ഥിക്ക് ലോഗിൻ ഡീറ്റെയിൽസ് ലഭ്യമാവും. പ്രസ്തുത പേജിൽ പരീക്ഷാർത്ഥിക്ക് സ്വന്തമായോ അല്ലെങ്കിൽ സിസ്റ്റം നൽകിയിട്ടുള്ളതായ യൂസർ നെയിം തിരഞ്ഞെടുക്കാനുള്ള സൗകര്യമുണ്ട്. പരീക്ഷാർത്ഥി താല്പര്യമുള്ള യൂസർ നെയിമും പാസ്വേഡും വളരെ കൃത്യയോടെ പൂരിപ്പിക്കാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം നൽകിയിട്ടുള്ള സെക്യൂരിറ്റി കോഡ് അതുപോലെ തന്നെ പൂരിപ്പിച്ച് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ പൂർണ്ണമാവും. രജിസ്റ്റർ ചെയ്തിട്ടുള്ള പരീക്ഷാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ പേജിലൂടെ യൂസർ നെയിമും പാസ്വേഡും നൽകി സ്വന്തം പേജിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. പ്രസ്തുത പേജിൽ നിന്നും മൈ രജിസ്ട്രേഷൻ കാർഡ് ക്ലിക്ക് ചെയ്ത് സ്വന്തം രജിസ്ട്രേഷൻ കാർഡ് കാണുവാനും പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാനും കഴിയും. വ്യക്തിപരമായ ഓഫീസ് സംബന്ധമായ വിവരങ്ങൾ തിരുത്തുന്നതിനും പരീക്ഷയ്ക്കുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അപേക്ഷിക്കുന്നതിനുള്ള സൗകര്യവും പ്രസ്തുത പേജിലുണ്ട്. പരീക്ഷാർത്ഥികൾ അവർക്ക് നൽകിയിട്ടുള്ള യൂസർ നെയിം പാസ്വേഡും ഭാവിയിലെ ഡിപ്പാർട്ട്മെന്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നതിനും റിസൾട്ടും മറ്റു വിവരങ്ങളും അറിയുന്നതിനും വളരെ രഹസ്യമായ സ്വഭാവത്തോടെ സൂക്ഷിക്കണം. അതുപോലെ തന്നെ ആധാർ ചേർക്കേണ്ടതാണ് കേട്ടോ. യെസ്, രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ പരീക്ഷാർത്ഥികൾ അവർക്ക് നൽകിയുള്ള യൂസർ ID യും പാസ്വേഡും ഉപയോഗിച്ച് സ്വന്തം പേജിലേക്ക് ലോഗിൻ ചെയ്ത് പ്രവേശിക്കാവുന്നതാണ്. ഇത്തരത്തിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ പരീക്ഷാർത്ഥികൾക്ക് മാത്രമേ ഇനി മുതൽ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് പരീക്ഷകൾക്ക് അപേക്ഷിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം? യൂസർ ID യും പാസ്വേഡും നൽകി സ്വന്തം പേജിലെത്തിയ പരീക്ഷാർത്ഥികൾക്ക് നിലവിൽ വിജ്ഞാപനം പുറപ്പെടുവിച്ച് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നതിനായി പേജിൽ വലതുഭാഗത്തായി കാണുന്ന അപ്ലൈ ഫോർ ടെസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യണം. നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും. അതിൽ അപ്ലൈ ഫോർ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ രജിസ്ട്രേഷൻ സക്സസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരും. നോട്ടിഫിക്കേഷൻ ഫോർ ജൂലൈ 2024 എന്നുള്ള നോട്ടിഫിക്കേഷൻ കാണും. അതിന് അപ്ലൈ ഫോർ ടെസ്റ്റ് എന്ന് പറഞ്ഞ ലിങ്ക് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ മതി, അപ്ലൈ ഫോർ ടെസ്റ്റ്. അപ്പോൾ നിലവിൽ വിജ്ഞാപനം ചെയ്തിട്ടുള്ള പരീക്ഷകളുടെ വിവരങ്ങൾ പേജിൽ ലഭ്യമാവും. അപ്ലൈ നൗ എന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അപ്ലൈ ഫോർ ടെസ്റ്റ് എടുക്കണം, അതിനുശേഷം അപ്ലൈ നൗ എടുക്കണം.
പേപ്പറുകൾ തിരഞ്ഞെടുക്കാനുള്ള പേജ് ദൃശ്യമാവും. പ്രസ്തുത പേജ്, അതായത് സിലക്ട് പേപ്പേഴ്സ്, അത് നമുക്ക് പേപ്പർ നമ്മളുടെ പേപ്പറുകൾ ഏതൊക്കെയാണെന്ന് ഏതോ ഒരു പരീക്ഷയുടെ പേര് ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്യാം. ഒന്ന് സ്ക്രോൾ ചെയ്താൽ മതി, അല്ല ടൈപ്പ് ചെയ്യാം. ഇപ്പൊ അക്കൗണ്ട് ടെസ്റ്റ് ലോവറെന്നോ, അക്കൗണ്ട് ടെസ്റ്റ് ഫോർ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ടെസ്റ്റ് എന്നോ, അല്ലെങ്കിൽ മാനുവൽ ഓഫീസ് പ്രൊസീജിയർ എന്നോ, KER എന്നോ ഒക്കെ ടൈപ്പ് ചെയ്താലും കിട്ടും. ഓക്കെ, നമുക്കത് ഇപ്പം നോട്ടിഫിക്കേഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ പേപ്പർ എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് നോക്കാം. അപ്പൊ ആദ്യം അപ്ലൈ ഫോർ ടെസ്റ്റ് എടുക്കുക, അതിനുശേഷം അപ്ലൈ നൗ എടുക്കുക. ഇപ്പൊ നെയിം ഓഫ് ടെസ്റ്റ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ആദ്യം ചെയ്യേണ്ടുന്നത് നമ്മൾ റീജിയൻ തിരഞ്ഞെടുക്കും. നമുക്കൊരു 3 റീജിയൻ ഉണ്ട്, അത് നമ്മൾ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് കേട്ടോ. നോട്ടിഫിക്കേഷൻ ഇപ്പൊ ഡിസ്കസ് ചെയ്യാം. ആദ്യം റീജിയൻ ആണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഒന്നായിരിക്കും പരീക്ഷാർത്ഥികൾക്ക് ലഭിക്കുന്നത്. 4 ജില്ലകളുണ്ട്, അല്ലെ 3 ജില്ലകളോ 5 ജില്ലകളോ ഒക്കെ വരും. അതിന് നമുക്ക് ഓരോന്നും നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് സെലക്ട് ചെയ്യണം ജില്ലകൾ. ഓക്കെ, റീജിയൻ, ഡിസ്ട്രിക്ട്സ് തിരഞ്ഞെടുക്കണം. നോട്ടിഫിക്കേഷനിൽ ഇത് പറയുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ പരീക്ഷ ഏതൊക്കെ ടെസ്റ്റുകളാണ് വേണ്ടുന്നതെന്നുള്ളതിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. എല്ലാ പേപ്പറും എടുക്കുകയാണെങ്കിൽ ഓൾ പേപ്പേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടും കേട്ടോ. ഓൾ പേപ്പേഴ്സ്. അതുപോലെ ഫ്രീ ചാൻസ് ആണെങ്കിൽ അവൈൽ ഫ്രീ ചാൻസ് നൗ എന്ന് പറയുക, അല്ലെങ്കിൽ നോട്ട് നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഫ്രീ ചാൻസ് ആണെങ്കിൽ അവൈലിംഗ് ഫ്രീ ചാൻസ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യണം. ഓരോ പേപ്പർ ആണെങ്കിൽ പേപ്പർ സെലക്ട് ചെയ്താൽ മതി. ഇപ്പൊ അക്കൗണ്ട് ടെസ്റ്റ് ലോവർ എന്ന് പറഞ്ഞ് നമ്മൾ സെലക്ട് ചെയ്താൽ നമുക്കൊരു ഓപ്ഷൻ അക്കൗണ്ട് ടെസ്റ്റ് ലോവർ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അക്കൗണ്ട് ടെസ്റ്റ് ലോവർ എന്ന് സെലക്ട് ചെയ്യുമ്പോൾ അത് KSR മാത്രമാണ് എഴുതിയാൽ മതിയെങ്കിൽ അത് മാത്രം ക്ലിക്ക് ചെയ്താൽ മതിയാവും. എല്ലാ പേപ്പേഴ്സിനും ഓൾ ബട്ടൺസ് കൊടുത്താൽ മതി. അപ്പൊ ഏതൊക്കെ പേപ്പറാണ് എഴുതാനുള്ളത് അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്ത് ആഡ് ചെയ്യാം. അപ്പൊ ആദ്യം അക്കൗണ്ട് ടെസ്റ്റ് ലോവർ നമ്മളിപ്പോൾ 4 പേപ്പർ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് അക്കൗണ്ട് ടെസ്റ്റ് ഹയർ എടുക്കുമ്പോൾ 4 പേപ്പറിന്റെ ഒരു സെറ്റ് വരും, 5 പേപ്പറിന്റെ ഒരു സെറ്റ് കാണാൻ സാധിക്കും. 5 പേപ്പർ PWD ഇലക്ട്രിസിറ്റി ബോർഡൊക്കെയാണ്. 4 പേപ്പർ ചൂസ് ചെയ്താൽ മതി. അത് നോട്ടിഫിക്കേഷൻ വളരെ വിശദമായി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഫ്രീ ചാൻസ് കിട്ടുന്നിടത്ത് ഫ്രീ ക്ലിക്ക് ചെയ്യണം, അല്ലാത്തടത്ത് നോട്ട് അവൈലിംഗ് ഫ്രീ ചാൻസ് എന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാവും. അപ്പം അവിടെ ഫീസ് കാണിക്കും കേട്ടോ. ഫീസ് ഡിഫോൾട്ടായിട്ട് ഫീസ് വരും. അപ്പൊ ഫീസിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഇപ്പൊ നോട്ടിഫിക്കേഷൻ പറയാം. ഒരു പരീക്ഷയുടെ എല്ലാ പേപ്പറുകളും എഴുതാൻ ഉദ്ദേശിക്കുന്നതിൽ ഓൾ പേപ്പേഴ്സ് തിരഞ്ഞെടുത്ത് ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതിയാവും. അത്തരത്തിൽ എഴുതാൻ ഉദ്ദേശിക്കുന്ന എല്ലാ പരീക്ഷകളും പ്രസ്തുത പരീക്ഷകളുടെ പേപ്പറുകളും തിരഞ്ഞെടുക്കാവുന്നതാണ്. പ്രസ്തുത പേജിൽ ഒബ്ലിഗേറ്ററി ടെസ്റ്റുകൾക്കുള്ള ഫ്രീ ചാൻസ് ഉപയോഗപ്പെടുത്താനുള്ള സൗകര്യമുണ്ട്. ഫ്രീ ചാൻസിന് അർഹതയുള്ളവർ പ്രസ്തുത ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുക്കണം, അവൈലിംഗ് ഫ്രീ ചാൻസ് എന്ന് പറഞ്ഞു. ഈ വിജ്ഞാപനം മുതൽ 2016 ജനുവരി മുതൽ പേയ്മെന്റ് മുഖേന 2016 മുതൽ പേയ്മെന്റ് വഴിയാണ് കേട്ടോ സർട്ടിഫിക്കറ്റ് ഫീസ് എന്നിവ കൊടുക്കേണ്ടത്. മറ്റു തരത്തിൽ കൊടുക്കുന്ന ഫീസ് സ്വീകാര്യമല്ല. പേയ്മെന്റ് സംവിധാനം മുഖേന ഫീസ് കൊടുക്കുന്നതിനായി പേജിന്റെ വലതുവശത്തുള്ള മേക്ക് പേയ്മെന്റ് എന്ന പേയ്മെന്റിന്റെ ലിങ്ക് വരും, അവിടെ അത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇപ്പോഴ് ബാങ്ക് അക്കൗണ്ട് വഴിയോ നമ്മുടെ കാർഡ് ഉപയോഗിച്ചും എനിക്കൊന്ന് ഇപ്പോഴേ ഗൂഗിൾ പേയും ചെയ്യാൻ തോന്നും. ക്ലിക്ക് ചെയ്ത ശേഷം കൊടുക്കേണ്ട ഫീസ് സംബന്ധിച്ച കൺഫർമേഷൻ നൽകിയ ശേഷം ട്രഷറി വകുപ്പിന്റെ സൈറ്റിലേക്കും തുടർന്ന് ബാങ്കിലേക്കും സൈറ്റിലേക്കും പ്രവേശിച്ച് ആവശ്യമായ ഫീസ് കൊടുക്കാം. ഇതിന് നെറ്റ് ബാങ്കിങ് സൗകര്യമുള്ള ബാങ്ക് അക്കൗണ്ട് ആവശ്യമാണ്. അപ്പൊ അതിന് മാറ്റം വന്നിട്ടുണ്ട്. പേയ്മെന്റ് മുഖേന പണമിടപാട് പൂർത്തിയായി കഴിഞ്ഞാൽ സംബന്ധിച്ച വിശദാംശങ്ങൾ പരീക്ഷയുടെ പ്രൊഫൈലിൽ കാണാൻ പറ്റും. നമുക്ക് അപ്ലൈ ചെയ്തത് വ്യൂ ചെയ്യാം, അത് ഡൗൺലോഡ് ചെയ്യാം, ഏതൊക്കെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തു. അപേക്ഷ സ്വീകരിക്കേണ്ട അവസാന തീയതിക്ക് മുമ്പായി ഫീസ് ഒടുക്കിയിരിക്കേണ്ടതാണ്, അല്ലാത്ത അപേക്ഷകൾ നിരസിക്കുന്നതായിരിക്കും. ഫീസ് ഒടുക്കി കഴിയുന്നതോടെ ഡിപ്പാർട്ട്മെന്റൽ പരീക്ഷയ്ക്കുള്ള അപേക്ഷാ സമർപ്പണം പൂർണ്ണമാവും. സ്വീകാര്യമായ അപേക്ഷകൾക്ക് രജിസ്റ്റർ നമ്പറും പരീക്ഷാ കേന്ദ്രവും അനുവദിച്ച അഡ്മിഷൻ ടിക്കറ്റ് ഓൺലൈനായി ലഭിക്കും. അഡ്മിഷൻ ടിക്കറ്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത്, അത് അഡ്മിഷൻ ടിക്കറ്റ് പരീക്ഷയ്ക്ക് ഒരു 10 ദിവസം മുമ്പൊക്കെ വരികയാണ്. ഡൗൺലോഡ് ചെയ്തെടുത്ത് ഫോട്ടോയോടുകൂടി അഡ്മിഷൻ ടിക്കറ്റ് ഫോട്ടോയിലും അതോടൊപ്പമുള്ള സത്യവാങ്മൂലത്തിന് തങ്ങളുടെ വകുപ്പ് മേധാവിയെ കൊണ്ടോ അല്ലെങ്കിൽ ഓഫീസ് മേധാവിയെ കൊണ്ടോ സർട്ടിഫൈ ചെയ്ത് ഹാജരാക്കണം. ഫോട്ടോയുടെ പുറത്ത് ഒപ്പിടാൻ പാടില്ല, ഫോട്ടോയുടെ താഴെയാണുള്ള സ്പേസ്. ഹോൾ ടിക്കറ്റ് വരുമ്പോൾ അതിനുള്ള ഞാനത് പറയാം. ഓക്കെ, അതുപോലെ അതാത് ഓഫീസ് മേധാവിയെ കൊണ്ട് ചെയ്യിച്ചാൽ മതി. ഇപ്പൊ അപേക്ഷകൻ ഓഫീസ് മേധാവിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കൺട്രോളിംഗ് ഓഫീസറെ കൊണ്ട് ചെയ്യണം. ഓക്കെ, സർട്ടിഫൈ ചെയ്യുന്ന വ്യക്തിയുടെ ഔദ്യോഗിക പദവിയും പേരും അഡ്രസ്സും സീലും വേണം കേട്ടോ. 2 സീൽ ഉണ്ടാകണം. ഒന്ന് ഒരു ഡെസിഗ്നേഷൻ സീൽ വരും. ഓക്കെ, പേരില്ലെങ്കിൽ പേര് എഴുതണം അവിടെ, ഡെസിഗ്നേഷൻ സീലിന്റെ ഇടയിൽ. എന്നിട്ട് അതിന്റെ താഴെ ഡെസിഗ്നേഷൻ അടിക്കണം, സീൽ പ്രിന്റ് ചെയ്യണം, സീൽ നമ്മൾ അഫിക്സ് ചെയ്യണം. ഇപ്പൊ ഹെഡ് മാസ്റ്ററുടെ പേരില്ലെങ്കിൽ ഹെഡ് മാസ്റ്ററുടെ പേര് എഴുതിയതിന് ശേഷം തൊട്ട് താഴെയായിട്ട് സീല് അഫിക്സ് ചെയ്യണം. പിന്നെ ഒപ്പിട്ടതിന് ശേഷം സ്കൂളിന്റെ അല്ലെങ്കിൽ ഓഫീസിന്റെ സീല് വേണം. അപേക്ഷകൾ ഓൺലൈൻ, അത് ഹോൾ ടിക്കറ്റ് വരുമ്പോൾ മതി ഇതൊക്കെ.
അപേക്ഷകൾ ഓൺലൈൻ വഴി സ്വീകരിക്കുന്ന അവസാന തീയതി അടുത്ത മാസം രാത്രി 12 മണി വരെയാണ് കേട്ടോ. ഓക്കെ, ഓഗസ്റ്റ് 14 വരെയാണ്. അതിനു മുമ്പ് നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും, എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. നിശ്ചിത തീയതിക്ക് മുമ്പ് തന്നെ ഫീസ് അടയ്ക്കുന്നതിലും അപേക്ഷ സമർപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓൺലൈൻ രജിസ്ട്രേഷനോ അപേക്ഷ സമർപ്പണ സംബന്ധമായ സംശയങ്ങൾക്ക് PSCയുടെ ഹെൽപ്പ് ഡെസ്കിൽ വിളിച്ചാൽ മതി. 2 നമ്പർ ഉണ്ട്, ഈ നമ്പറിൽ വിളിച്ചാൽ അവർ പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. പരീക്ഷാ ഫീസ് ഒക്കെ എത്ര അടയ്ക്കണം അതിനെ കുറിച്ചൊക്കെ ഉള്ളത്. നോട്ടിഫിക്കേഷൻ 2024 ജൂലൈ. യെസ്, ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് നോട്ടിഫിക്കേഷൻ ജൂലൈ 11. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ജൂലൈ 2024 നോട്ടിഫിക്കേഷൻ ആണ്. എല്ലാ വർഷവും ജനുവരിയിലും ജൂലൈയിലുമാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 2024 ജൂലൈ വിജ്ഞാപന പ്രകാരം തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് മേഖലകളിലെ വിവിധ ജില്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിൽ വെച്ച് നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള ഡിപ്പാർട്ട്മെന്റൽ പരീക്ഷകൾക്ക് ഓൺലൈൻ മുഖേന അപേക്ഷ ക്ഷണിക്കുന്നു. ഓക്കെ, അപ്പൊ 3 പരീക്ഷാ മേഖലകളാണുള്ളത്. അത് താഴെ അതിന്റെ കൊടുക്കുന്നുണ്ട്: തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്. അപ്പൊ അവസാന തീയതി 2024 ഓഗസ്റ്റ് 14 രാത്രി 12 മണി വരെ. ഈ മാസം തന്നെ അങ്ങ് അപ്ലൈ ചെയ്തേക്കുക. നിശ്ചിത സമയത്തിന് മുമ്പ് തന്നെ പേയ്മെന്റ് സംവിധാനം ഉപയോഗിച്ച് ഫീസ് അടയ്ക്കുന്നതിനും അപേക്ഷ സമർപ്പിക്കുന്നതിനും പരീക്ഷാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓൺലൈൻ മുഖേന അല്ലാതെയുള്ള അപേക്ഷകൾ നിരുപാധികം നിരസിക്കും. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.gov.in രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിനു ശേഷം പരീക്ഷാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഒരു സിസ്റ്റം വഴി ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്, മൊബൈലിൽ ചെയ്യുന്നതിനേക്കാളും കേട്ടോ. ഓക്കെ, മുൻ പരീക്ഷകൾക്ക് ഓൺലൈനായി അപേക്ഷിക്കുന്നതിനോട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പരീക്ഷാർത്ഥികൾ ഒരു കാരണവശാലും വീണ്ടും രജിസ്റ്റർ ചെയ്യുവാനോ ഒന്നിൽ കൂടുതൽ പ്രൊഫൈൽ നിലനിർത്താനോ പാടില്ല. അഥവാ പാസ്വേഡോ യൂസർ ഐഡി ഒക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ PSC ഓഫീസോട്ട് ബന്ധപ്പെടണം. അവർ പ്രസ്തുത രജിസ്ട്രേഷനിലൂടെ മാത്രം ഓൺലൈൻ, അതായത് ഒറ്റ തവണ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. സർവീസിലുള്ള കാഴ്ച പരിമിതരായ പരീക്ഷാർത്ഥികൾക്ക് നടത്തുന്ന വാചാ പരീക്ഷ അപേക്ഷിക്കാൻ പ്രത്യേക വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. അതിനാൽ കാഴ്ച പരിമിതരായ പരീക്ഷാർത്ഥികൾ ഈ വിജ്ഞാപന പ്രകാരം അപേക്ഷിക്കേണ്ടതില്ല. അവർക്ക് വൈവ മാത്രമേ ഉള്ളൂ. പരീക്ഷാർത്ഥികൾ വിജ്ഞാപനം വ്യക്തമായി വായിച്ചതിനു ശേഷം മാത്രമേ അപേക്ഷ സമർപ്പിക്കാവൂ. വിജ്ഞാപന പ്രകാരമുള്ള നിർദ്ദേശങ്ങൾ പാലിക്കാതെയുള്ള അപേക്ഷകൾ അയോഗ്യമാക്കപ്പെടുന്നതാണ്. OMR അല്ലെ ഓൺലൈനായി നടക്കുന്ന വകുപ്പ് തല പരീക്ഷയുടെ ചോദ്യ പേപ്പറുകൾ ഇംഗ്ലീഷുള്ള എല്ലാ ചോദ്യങ്ങൾക്കും മലയാളം പരിഭാഷ കൂടി ഉണ്ടാവും. അപ്പൊ ചിലപ്പോൾ പരീക്ഷ ഓൺലൈൻ ആകാം, അല്ലെങ്കിൽ OMR ആകാം, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. നമ്മൾ ബബിൾ കറപ്പിച്ചു കൊടുക്കുക. എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ടെസ്റ്റ് ഇപ്പോൾ തുടർച്ചയായിട്ട് ഓൺലൈൻ തന്നെ. എന്നാൽ അക്കൗണ്ട് ടെസ്റ്റ് ലോവർ ഹയറും ഓഫ്ലൈൻ ആണ് നടത്തി വരുന്നത്. ചോദ്യ പേപ്പർ തരും, OMR മാർക്ക് റീഡർ, ഒപ്റ്റിക്കൽ നമ്മൾ ബബിൾ ചെയ്യാനുള്ള ഷീറ്റ് തരും. അത് ആ കോഡൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് പൂരിപ്പിക്കുകയൊക്കെ വേണം, തെറ്റിപ്പോകരുത്. ഓക്കെ, യെസ്. സെക്കൻഡ് ലാംഗ്വേജ് ടെസ്റ്റ് മലയാളം, തമിഴ്, കന്നഡ, മൈനോറിറ്റി ലാംഗ്വേജ്, മലയാളം എന്നിവ വിവരണാത്മക രീതിയിലും വകുപ്പ് തല പരീക്ഷയുടെ ബാക്കി എല്ലാ ടെസ്റ്റുകളും 2012 ജൂലൈ മുതൽ ഒബ്ജക്റ്റീവ് രീതിയിലുമാണ്. 2019 ജനുവരി മുതൽ ആൽഫ കോഡ് ബാധകമായിട്ടുള്ള ഓൺലൈൻ OMR പരീക്ഷയാണ് നടക്കുന്നത്. ആൽഫ കോഡ് തെറ്റിക്കാൻ പാടില്ല. ഓരോ പേപ്പറിന്റെയും പരമാവധി മാർക്ക് 100ഉം ജയിക്കുന്നതിനുള്ള മാർക്ക് 40%. നെഗറ്റീവ് മാർക്ക് ബാധകമാണ്. അറിയാമല്ലോ, 40% മാർക്കാണ്. അപ്പൊ 10 ചോദ്യങ്ങൾ PSC ക്യാൻസൽ ചെയ്താൽ 90 ചോദ്യങ്ങൾക്ക് വാല്യുവേഷൻ വരുന്നുള്ളൂ. അപ്പൊ 90ന്റെ 40% 36 മാർക്ക് മതി ജയിക്കാൻ. ഓക്കെ, നെഗറ്റീവ് മാർക്ക് ബാധകമാണ്. 3-1 മാർക്ക് നഷ്ടമാകും ഒരു തെറ്റിന്, അല്ലേ? വകുപ്പ് തല പരീക്ഷയ്ക്ക് നിലവിലുള്ള വിത്തൗട്ട് ബുക്സ് രീതി തുടരുന്നതാണ്. ഈ വിജ്ഞാപന പ്രകാരം വിവരണാത്മക പരീക്ഷകളും പ്രായോഗിക പരീക്ഷ ഒഴികെയുള്ള പരീക്ഷകൾ OMR പരീക്ഷകളായിട്ടാണ് നടത്തുന്നത്. ഓൺലൈൻ OMR പരീക്ഷകൾ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ 3 മേഖലകളായി തിരിച്ചിരിക്കുന്നു. നമ്മൾ ഏത് മേഖലയിലാണോ വരുന്നത് ആ മേഖലയിലെ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ തിരുവനന്തപുരം മേഖല ഏതൊക്കെ ജില്ല, എറണാകുളം മേഖല, കോഴിക്കോട് മേഖല, 3 മേഖലകളാണ് തിരിച്ചിരിക്കുന്നത്. അതാത് മേഖലകളിൽ തന്നെ അപ്ലൈ ചെയ്യണം, എങ്കിൽ മാത്രമേ ഡ്യൂട്ടിയായി പരിഗണിക്കുകയുള്ളൂ. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്. ഓക്കെ, അതാത് മേഖലകളിലെ പരീക്ഷാ കേന്ദ്രങ്ങളുടെ ലഭ്യതയ്ക്ക് അനുസൃതമായി പരീക്ഷാ കേന്ദ്രം അനുവദിക്കുന്നതാണ്. വിവിധ മേഖലകളിൽ ഉൾപ്പെടുന്ന ജില്ലകൾ ചുവടെ ചേർക്കുന്നു. തിരുവനന്തപുരം മേഖല നമ്മൾ സോൺ ആദ്യം തിരഞ്ഞെടുക്കണം പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ. അത് കഴിഞ്ഞ് ഡിസ്ട്രിക്ട് തിരഞ്ഞെടുക്കാം. ഡിസ്ട്രിക്ട് ഓർഡർ ഓഫ് പ്രിഫറൻസ് അനുസരിച്ച് ചൂസ് ചെയ്യാം. ഇപ്പൊ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന ഒരു ഓഫീസർ ആദ്യം തിരുവനന്തപുരം ചൂസ് ചെയ്യുക, രണ്ടാമതായി കൊല്ലം, 3 പത്തനംതിട്ട, സൗകര്യം പോലെ പിന്നെ ആലപ്പുഴ, അങ്ങനെ വേണം കേട്ടോ. നമുക്ക് ഏറ്റവും അടുത്ത ജില്ല ആദ്യം ചൂസ് ചെയ്യാം. അത് നമുക്ക് ഓർഡർ ഓഫ് പ്രിഫറൻസ് അനുസരിച്ച് അത് ഫില്ല് ചെയ്യാം, ചൂസ് ചെയ്യാം. ഓക്കെ,
അടുത്ത എറണാകുളം, തിരുവനന്തപുരം മേഖലയിൽ ഏതൊക്കെ ജില്ല? തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ. അപ്പൊ ഈ ജില്ലകളിൽ ജോലി ചെയ്യുന്നവരെല്ലാം തന്നെ ഇതിന്റെ ഓർഡർ പ്രിഫറൻസ് അനുസരിച്ച് തിരുവനന്തപുരം സോൺ തിരഞ്ഞെടുക്കും. അടുത്ത എറണാകുളം സോൺ, എറണാകുളം മേഖല, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് ജില്ലകൾ. 1, 2, 3, 4, 5 ജില്ലകൾ വരും അല്ലേ? 5 ജില്ലകളാണ് എറണാകുളം മേഖല. കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്. റൈറ്റ്. കോഴിക്കോട് മേഖല മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. കോഴിക്കോട്, മലപ്പുറം, കോഴിക്കോട് മേഖലയാണ്. കോഴിക്കോട് മേഖലയാണ്. വയനാട്, കണ്ണൂർ, കാസർഗോഡ്. പരീക്ഷാർത്ഥികൾക്ക് അതാത് മേഖലകളിൽ ഉൾപ്പെടുന്ന ജില്ലകൾ മുൻഗണനാ ക്രമത്തിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ലക്ഷദ്വീപിലെ വിദ്യാർത്ഥികൾ കോഴിക്കോട്, എറണാകുളം മേഖലകളിലേക്ക് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം. KSR പാർട്ട് 1 റൂൾ 12 നോട്ട് 2 പ്രകാരം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലോ. നിർബന്ധിത വകുപ്പ് തല പരീക്ഷയിൽ പങ്കെടുക്കുന്ന ജീവനക്കാർക്ക് പരീക്ഷാ ദിവസം അല്ലെങ്കിൽ ദിവസങ്ങൾ പ്രസ്തുത പരീക്ഷാ കേന്ദ്രങ്ങളിലേക്കും തിരിച്ചുമുള്ള യാത്രയ്ക്ക് ആവശ്യമായ യാത്രാസമയം ഉൾപ്പെടെ ഡ്യൂട്ടിയായി പരിഗണിക്കാൻ വ്യവസ്ഥയും. KSR പാർട്ട് 2 റൂൾ 78 മുതൽ 79 വരെ വകുപ്പ് തല പരീക്ഷ ജീവനക്കാർക്ക് യാത്രാബത്ത കിട്ടും. അപ്പൊ ഇതിന് രണ്ടിനും നമ്മൾ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് വാങ്ങിയിരിക്കണം കേട്ടോ. യാത്രാബത്ത ഒരു 2 പ്രാവശ്യം കിട്ടും ഒരു പരീക്ഷയ്ക്ക്. യെസ്. വകുപ്പ് തല പരീക്ഷയിൽ അപേക്ഷിക്കുന്നതിന് മുമ്പായി പരീക്ഷാർത്ഥികൾ ഓൺലൈനായി ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് 1 ഡേ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. രജിസ്ട്രേഷൻ സമയത്ത് ഓരോ പരീക്ഷാർത്ഥിയും തങ്ങളുടെ വ്യക്തിപരമായ വിവരങ്ങളായ ജനന തീയതി, മേൽവിലാസം, ഔദ്യോഗിക പദവി, ഔദ്യോഗിക മേൽവിലാസം മുതലായവ നൽകുന്നതിനോടൊപ്പം ജനനത്തീയതി, മേൽവിലാസം, ഔദ്യോഗിക പദവി ഡെസിഗ്നേഷൻ, ഔദ്യോഗിക മേൽവിലാസം, തങ്ങളുടെ ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. തുടർന്ന് ഒരു യൂസർ ID നൽകുന്നത്. പരീക്ഷാർത്ഥികൾക്ക് തന്നെ പാസ്വേഡും യൂസർ IDയും തിരഞ്ഞെടുക്കാവുന്നത്. ഇവ രണ്ടും രഹസ്യമായി സൂക്ഷിക്കേണ്ടതും അപേക്ഷയിലൂടെ നൽകുന്ന വ്യക്തി വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുമാണ്. ഒരു കാരണവശാലും ആരെയെങ്കിലും ഏൽപ്പിച്ചിട്ട് അത് ചെയ്യാൻ നമ്മളങ്ങ് ഏൽപ്പിക്കരുത്. നമ്മൾ തന്നെ അടുത്ത് നിന്ന് ചെയ്യിപ്പിക്കണം കേട്ടോ. ആർക്കെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും സെന്ററിലോ കഫേലൊക്കെ പോയി ചെയ്യുകയാണെങ്കിൽ അവരെ അങ്ങ് ഏൽപ്പിക്കരുത്. അപ്ലൈ ചെയ്യുന്നതിനും അപേക്ഷിക്കുന്നതിനും നമ്മൾ പോയി നിന്ന് സമയം കണ്ടെത്തി തന്നെ ചെയ്തിരിക്കണം. ഓക്കെ, ഇല്ലെങ്കിൽ തെറ്റ് വരും. ആദ്യം ഓരോരുത്തരുടെയും ചുമതലയാണുള്ളത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. വ്യക്തി വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് പരീക്ഷാർത്ഥികളുടെ ചുമതലയാണ്. ഒരു പരീക്ഷാർത്ഥി യാതൊരു കാരണവശാലും ഒന്നിൽ കൂടുതൽ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ പ്രൊഫൈൽ സൃഷ്ടിക്കാൻ പാടില്ല. പ്രൊഫൈലിൽ ആധാർ കാർഡിന്റെ വിവരങ്ങൾ ഉൾപ്പെടുത്തണം. ഒന്നിൽ കൂടുതൽ രജിസ്ട്രേഷനിലെ പ്രൊഫൈൽ സൃഷ്ടിക്കുന്ന പരീക്ഷാർത്ഥികളുടെ പരീക്ഷാർത്ഥിത്വം റദ്ദാക്കുന്നതും അവർക്കെതിരെ ഉചിതമായ അച്ചടക്ക നടപടികൾ കമ്മീഷൻ സ്വീകരിക്കാം. തങ്ങളുടെ യൂസർ ID, പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് ഓരോ പ്രാവശ്യവും അപേക്ഷ ക്ഷണിക്കുന്ന മുറയ്ക്ക് പരീക്ഷാർത്ഥികൾക്ക് വകുപ്പുതല പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഒരിക്കൽ മതിയാവും അല്ലേ? ഒരിക്കൽ മാത്രം രജിസ്ട്രേഷൻ മതി. പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കാൻ പരീക്ഷാർത്ഥി ഒറ്റ പ്രൊഫൈൽ തന്നെ ഉപയോഗിക്കേണ്ടതാണ്. ഒറ്റ പ്രൊഫൈലിൽ നിന്നും ഏത് വകുപ്പുതല പരീക്ഷയ്ക്കും അപേക്ഷിക്കാൻ കഴിയും. രജിസ്ട്രേഷൻ ഉപയോഗിക്കേണ്ടത് ഫോട്ടോയുടെ സവിശേഷത. ഫോട്ടോ 31/12/2014 ശേഷം എടുത്തതായിരിക്കണം. ഡേറ്റ് വേണം ഫോട്ടോയിൽ കേട്ടോ. തീയതി കൊടുത്തിരിക്കണം. 31/12/2014 അതിന് ശേഷം എടുത്ത ഫോട്ടോയെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ 10 വർഷമാണ് എങ്കിലും ഒരു 6 മാസത്തിനുള്ള പുതിയ ആളുകളൊക്കെ 6 മാസത്തിനുള്ള ഫോട്ടോ തന്നെ അപ്ലോഡ് ചെയ്യുക. ആരും പഴയ ആളുകളൊക്കെ 10 വർഷം കഴിഞ്ഞാൽ പുതിയ ഫോട്ടോ അപ്ലോഡ് ചെയ്യണമെന്ന് പറയുന്നു. ജനുവരി 2024 ജനുവരി മുതലുള്ള അപേക്ഷകരിൽ ആദ്യമായി വകുപ്പ് തല പരീക്ഷയ്ക്ക് 1 ഡേ രജിസ്ട്രേഷൻ ചെയ്യുന്നവർ നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ 6 മാസത്തിനകം എടുത്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്ലോഡ് ചെയ്ത ഫോട്ടോയ്ക്ക് അപ്ലോഡ് ചെയ്ത തീയതി മുതൽ 10 വർഷക്കാലത്തേക്ക് പ്രാബല്യം ഉണ്ടായിരിക്കും. നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പരീക്ഷാർത്ഥികൾ 10 വർഷ കാലാവധി അധികരിച്ച ഫോട്ടോകൾക്ക് പകരം പുതിയ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. റൈറ്റ്. 6 മാസത്തിൽ കൂടുതലുള്ള ഫോട്ടോ എടുക്കരുത് പുതിയ ആളുകളല്ല. അപേക്ഷയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും ഫോട്ടോയിൽ പ്രിന്റ് ചെയ്യുകയോ മറ്റു വിധത്തിൽ രേഖപ്പെടുത്തുകയോ വ്യക്തമായി വായിക്കത്തക്ക രീതിയിൽ ചെയ്തിരിക്കണം. വകുപ്പുതല പരീക്ഷ പ്രൊഫൈലിലെ പേരും ഫോട്ടോയിൽ രേഖപ്പെടുത്തിക്കുന്ന പേരും ഒന്നായിരിക്കണം. അപേക്ഷന്റെ പേരും ഫോട്ടോ എടുത്ത തീയതിയും, പേരും വേണം, ഫോട്ടോ എടുത്ത തീയതിയും വേണം. ഫോട്ടോയിൽ അപേക്ഷയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും ഫോട്ടോയിൽ പ്രിന്റ് ചെയ്യുകയോ മറ്റു രീതിയിൽ രേഖപ്പെടുത്തുകയോ ചെയ്തിരിക്കണം. പ്രിന്റ് ചെയ്ത് കിട്ടുമല്ലോ. അതുപോലെ പ്രൊഫൈലിലെ പേരും ഫോട്ടോയിൽ രേഖപ്പെടുത്തിക്കുന്ന പേരും ഇനിഷ്യൽ ഉൾപ്പെടെ ഒന്നായിരിക്കണം. ഇപ്പൊ ലാസ്റ്റ് ആണെങ്കിൽ, ഇപ്പൊ ഇനിഷ്യൽ ലാസ്റ്റ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കണം, ഫസ്റ്റ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കണം. എന്തായാലും പരീക്ഷാർത്ഥിയുടെ മുഖവും തോൾഭാഗവും വ്യക്തമായി പതിയിരിക്കത്തക്ക വിധത്തിലുള്ള കളർ ഓർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കണം അപ്ലോഡ് ചെയ്യുന്നത്. 200 പിക്സൽ ഉയരവും 150 പിക്സൽ വീതിയുള്ളതും
JPG ഫോർമാറ്റിലുള്ളതും 30 KB ഫയൽ സൈസിൽ അധികരിക്കാത്തതുമായ ഇമേജുകളാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ 200 × 150 ആണ് അല്ലേ? 30 KB കൂടാൻ പാടില്ല. JPG ഫോർമാറ്റിലായിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, യെസ്. അപ്രകാരമല്ലാത്ത ഇമേജുകൾ നിരുപാധികം. ഫോട്ടോ ഒക്കെ വളരെ എന്താണ് പറയുന്നത്, ഫെയ്ഡ് ഒക്കെ ആണെങ്കിൽ അവർ റിജക്ട് ചെയ്യും കേട്ടോ. വെളുത്തതോ ഇളം നിറത്തിലോ ഉള്ള പശ്ചാത്തലത്തിലെടുത്ത ഫോട്ടോ ആയിരിക്കണം. ഫോട്ടോയിലുള്ള വ്യക്തിയെ തിരിച്ചറിയാൻ സാധിക്കുന്ന തരത്തിൽ പശ്ചാത്തലം പ്ലെയിൻ ആയിരിക്കണം. മുഖം നേരെയും പൂർണ്ണമായും ഫോട്ടോയുടെ മധ്യഭാഗത്ത് പതിഞ്ഞിരിക്കണം. കണ്ണുകൾ വ്യക്തമായി കാണണം. തൊപ്പി, മതാചാരത്തിന്റെ ഭാവമുള്ള തൊപ്പി, ശിരോവസ്ത്രം എന്നിവ ഒഴിച്ച് ഗോഗിൾസ് എന്നിവ ധരിച്ചെടുത്തതോ മുഖത്തിന്റെ ഒരു വശം മാത്രം കാണത്തക്ക രീതിയിലുള്ളതായ മുഖം വ്യക്തമല്ലാത്തതായ ഫോട്ടോകൾ എന്നിവ ഉപയോഗിക്കാൻ പാടില്ല. മൊബൈൽ ഫോൺ, വെബ്കാം എന്നിവ ഉപയോഗിച്ചിരുന്ന ഫോട്ടോയും പോളറോയിഡ് ഓർ കമ്പ്യൂട്ടർ ജനറേറ്റർ ഫോട്ടോ എന്നിവയും സ്വീകരിക്കുന്നതല്ല. ഇളം നിറത്തിലുള്ള വസ്ത്രം ധരിച്ചെടുത്ത ഫോട്ടോ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ സ്റ്റുഡിയോയിൽ ചെന്നാൽ അവർ കമ്പ്യൂട്ടറിലാണ് എടുത്ത് തരുന്നത്, കുഴപ്പമില്ല. സ്റ്റുഡിയോയിൽ ക്യാമറ ഉപയോഗിച്ച് എടുത്തിട്ടാണെങ്കിൽ ക്ലിയർ ചെയ്ത് തരുന്നത്. ആദ്യഘട്ടത്തിൽ രജിസ്ട്രേഷൻ നടത്തിയപ്പോൾ പഴയ മാതൃകയുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്തവർ ഇനി പരീക്ഷ എഴുതുന്നതിന് അപേക്ഷിക്കുമ്പോൾ പുതിയ മാതൃകയുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. 1 മുതൽ 10 വരെയുള്ള നിർദ്ദേശങ്ങൾ പാലിക്കാത്ത ഫോട്ടോ ഉള്ള അപേക്ഷ നിരസിക്കുന്നതാണ്, നിരുപാധികം. വകുപ്പ് തല പരീക്ഷയ്ക്ക് ഓൺലൈൻ അപേക്ഷകൾ ആദ്യമായി ക്ഷണിച്ച 2015 ജനുവരി മുമ്പായി ഒരു പാർട്ടിന്റെ പേപ്പറുകൾ ഭാഗികമായി ജയിച്ചിട്ടുള്ളവർ ശേഷിക്കുന്ന പേപ്പറുകൾക്കും സർട്ടിഫിക്കറ്റിന് ഫീസ് ഒടുക്കി ഓൺലൈൻ മുഖേന അപേക്ഷിക്കേണ്ടതാണ്. അതായത് 2015 ജനുവരി മുതൽ, അതാണ് അന്ന് മുതലാണ് ഈ ഓൺലൈൻ വന്നത്. അതിനു മുമ്പ് ഓഫ്ലൈൻ പരീക്ഷ എഴുതി ഏതെങ്കിലും പേപ്പർ കിട്ടിയിട്ടുള്ളവർ എങ്ങനെ അപ്ലൈ ചെയ്യണം? ഇനിയുള്ള പേപ്പർ അപ്ലൈ ചെയ്താൽ മതി. ബാക്കിക്ക് ഹോൾ ടിക്കറ്റ് ഒക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്താൽ സർട്ടിഫിക്കറ്റ് കിട്ടും. 2015 ജനുവരി മുതൽ സർട്ടിഫിക്കറ്റ് ഫീസ് കൊടുക്കുകയും എന്നാൽ പരീക്ഷ തോൽക്കുകയും ചെയ്തവർ വീണ്ടും സർട്ടിഫിക്കറ്റ് ഫീസ് കൊടുക്കേണ്ടതില്ല. നമ്മൾ സർട്ടിഫിക്കറ്റ് ഫീസ് ഒരു പ്രാവശ്യം കൊടുക്കാൻ മതി. ഇപ്പോഴും അഡ്വാൻസ് ആയിട്ടാണ് സർട്ടിഫിക്കറ്റ് ഫീ കൊടുക്കുന്നത്. 2011 ജനുവരിയിലെ വകുപ്പ് തല പരീക്ഷ മുതൽ അപേക്ഷിക്കുകയും വിവിധ കാരണങ്ങൾ അപേക്ഷ നിരസിക്കപ്പെടുകയോ പേപ്പർ ഡിസലവ് ആയിട്ടുള്ളവരും സർട്ടിഫിക്കറ്റ് ഫീസ് കൊടുക്കുകയും ഒരു തവണ പോലും പരീക്ഷ എഴുതാതിരിക്കുകയും ചലാൻ വെരിഫൈ ചെയ്യാതിരിക്കുകയും ചെയ്തിട്ടുള്ളവരും ഇ പേയ്മെന്റ് ഉപയോഗിച്ച് പുതിയ നിരക്കിൽ സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ ഡിസലോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ, ചിലപ്പോൾ ഫീസ് തിരിച്ച് കിട്ടാതെയും വരാം, പക്ഷേ ആദ്യം തന്നെ ഫീസ് ഡിസലോ ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ ഫീസ് കൊടുക്കണം. സർട്ടിഫിക്കറ്റ് ഫീ 210 രൂപയാണ്. അതിനെക്കുറിച്ച് നമുക്കിപ്പോൾ വിശദീകരിക്കാം. പരീക്ഷാർത്ഥികളുടെ പ്രൊഫൈലിൽ അവരുടെ ഫോട്ടോയോട് കൂടി അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാകുന്നതും ആയത് ഡൗൺലോഡ് ചെയ്ത് മേലധികാരി യഥാവധി സാക്ഷ്യപ്പെടുത്തി പരീക്ഷയ്ക്ക് ഉപയോഗിക്കണം. വകുപ്പ് തല പരീക്ഷകൾക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയും തങ്ങൾ സമർപ്പിച്ച അപേക്ഷയിലെ വിവരങ്ങൾ മാറ്റി നൽകുന്നതിന് പരീക്ഷാർത്ഥികൾക്ക് അനുവാദം ഉണ്ടായിരിക്കണം. എഡിറ്റ് ചെയ്യാം. അവസാന തീയതിയിൽ നിലവിലുള്ള ഫോട്ടോയും മറ്റു വിവരങ്ങളും അടങ്ങിയ അപേക്ഷകളാവും പരിഗണിക്കുക. ഓൺലൈൻ ആപ്ലിക്കേഷൻ പൂരിപ്പിക്കുന്നതിന് മുമ്പ് വിജ്ഞാപനം വിശദമായി വായിക്കേണ്ടതാണ്. വിജ്ഞാപനം കമ്മീഷന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. പരീക്ഷയ്ക്കുള്ള സമയപരിധി പട്ടിക യഥാസമയം ഗസറ്റ് പ്രസിദ്ധപ്പെടുത്തും. സമയപരിധി പട്ടികകൾ പബ്ലിക് സർവീസ് കമ്മീഷൻ വെബ്സൈറ്റ്, ജില്ലാ മേഖല ഓഫീസ് എന്നിവിടങ്ങളും പരീക്ഷാർത്ഥികൾക്ക് റഫറൻസ് ലഭിക്കും. എല്ലാം നമ്മുടെ പ്രൊഫൈലിൽ കിട്ടും ഇപ്പോഴും. കൂടാതെ ഓരോ പരീക്ഷയ്ക്കും ആവശ്യം വരുന്ന പരീക്ഷകളുടെ സമയപരിധി പട്ടിക, ടൈം ടേബിൾ അവരുടെ പ്രൊഫൈലിൽ ലഭ്യമാവും. വ്യക്തിപരമായ പരീക്ഷാർത്ഥികൾക്ക് സമയപരിധി പട്ടിക തപാലിൽ ലഭിക്കുന്നതല്ല. സംസ്ഥാനത്ത് സർവീസിലുള്ളവർക്ക് മാത്രമേ ഇപ്പോൾ എഴുതാൻ പറ്റൂ. മുമ്പാണെങ്കിൽ അല്ലാത്തവർക്ക് എഴുതാമായിരുന്നു. 2019 മെയ് മുതൽ വകുപ്പ് തല പരീക്ഷാ ഫീസ് നിരക്ക് പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. പരീക്ഷാർത്ഥികൾ പുതുക്കിയ നിരക്കിൽ ഫീസ് കൊടുക്കേണ്ടതാണ്. നമുക്കിപ്പോൾ പറയാം. ഓൺലൈൻ ബാങ്കിംഗ് സംവിധാനം ഉപയോഗിച്ചുള്ള ഇ പേയ്മെന്റ് മുഖേനയാണ് പരീക്ഷാ ഫീസ്, സർട്ടിഫിക്കറ്റ് ഫീസ് കൊടുക്കേണ്ടത്. ചലാൻ ഉപയോഗിച്ച് ട്രഷറിയിൽ നേരിട്ട് ഈ ചലാൻ മുഖേന പണം കൊടുക്കുന്നത് സ്വീകാര്യമല്ല. ഇ പേയ്മെന്റ് മുഖേന പണം കൊടുക്കുന്നതിന് പരീക്ഷാർത്ഥികളുടെ പ്രൊഫൈലിൽ മേക്ക് പേയ്മെന്റ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഡി ഓപ്ഷൻ വഴി പരീക്ഷാർത്ഥികൾക്ക് ട്രഷറി വകുപ്പിന്റെ സൈറ്റിലേക്ക് പ്രവേശിച്ച് ഓൺലൈനായി പണം അടയ്ക്കാം. ഇതിനായി പരീക്ഷാർത്ഥികൾക്കോ ബന്ധപ്പെട്ടവർക്കോ ഏതെങ്കിലും ബാങ്കിന്റെ ഓൺലൈൻ ബാങ്കിങ് അക്കൗണ്ട് ആവശ്യമാണ്. ട്രഷറി സൈറ്റിൽ നിന്നും പണം കൊടുക്കുന്നതിനായി ബാങ്കിങ്ങിലേക്ക് പ്രവേശിക്കുമ്പോൾ ലഭ്യമാകുന്ന GR നമ്പർ, ഗവൺമെന്റ് റഫറൻസ് നമ്പർ കുറിച്ചെടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. ഓൺലൈൻ അക്കൗണ്ടിലേക്ക് പോകുമ്പോൾ ഒരു GR നമ്പർ കിട്ടും. അത് നമ്പർ സൂക്ഷിക്കണം. പണം ഒടുക്കി കഴിഞ്ഞാൽ പരീക്ഷാർത്ഥിയുടെ പ്രൊഫൈലിൽ GR നമ്പർ ഉൾപ്പെടെ പേയ്മെന്റ് ഡീറ്റെയിൽസ് കാണാം. ഈ പേയ്മെന്റ് ഇടപാട് പൂർത്തിയാക്കുന്നതിനിടയിൽ നെറ്റ്വർക്ക് തകരാർ ഉൾപ്പെടെ സാങ്കേതിക കാരണങ്ങളാൽ അക്കൗണ്ടിൽ നിന്ന് പണം ഡെബിറ്റ് ആകുകയും ഇടപാട് പൂർത്തിയാകുകയും വന്നാൽ നേരത്തെ കുറിച്ചെടുത്ത GR നമ്പർ ഉപയോഗിച്ച് ബാങ്ക് അല്ലെങ്കിൽ ട്രഷറിയെ സമീപിച്ച് പണം ഒടുക്കിയത് സംബന്ധിച്ച് വ്യക്തത വരുത്താം. ശ്രദ്ധിച്ചോണം. നേരത്തെ അങ്ങ് അപ്ലൈ ചെയ്യുക. ഓരോ പേപ്പറിനും 160 രൂപ എന്ന നിരക്കിലാണ് പരീക്ഷാ ഫീസ്. ഈ അടിസ്ഥാനത്തിൽ എത്ര പേപ്പറുകൾ ഉണ്ടെന്ന് കണക്കാക്കി മുഴുവൻ പരീക്ഷാ ഫീസ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഒരു പേപ്പർ അപ്ലൈ ചെയ്തെങ്കിൽ ഒരു പേപ്പർ അടച്ചാൽ മതി. ഒരു പേപ്പർ അടച്ചാൽ മതി. ഇപ്പൊ അക്കൗണ്ടൻസി ലോവറിന് 4 പേപ്പറാണ് അല്ലേ?
അക്കൗണ്ട് ടെസ്റ്റ് ലോവർ എന്ന് പറഞ്ഞാൽ 4 പേപ്പർ. അപ്പോൾ ഒരു പേപ്പറിന് 160 രൂപയാണ് പരീക്ഷാ ഫീസ്. അങ്ങനെ 4 പേപ്പർ 640 രൂപ പരീക്ഷാ ഫീസ് ഇത്രയും വരും. ലോവറിന്റെ 4 പേപ്പറിനും അപ്ലൈ ചെയ്താൽ 4 4 6 24 യെസ് 640 രൂപ വരും. അതുകൂടാതെ സർട്ടിഫിക്കറ്റ് ഫീ വരും. ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നവർക്കാണ് സർട്ടിഫിക്കറ്റ് ഫീ. നേരത്തെ അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് സർട്ടിഫിക്കറ്റ് ഫീ വാങ്ങിച്ചിട്ടുണ്ടാവും. ലോവർ ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഫീ 210 രൂപ. ലോവറിന്റെ സർട്ടിഫിക്കറ്റ് ഫീ 210 രൂപ. ലോവർ 4 പേപ്പർ നമുക്ക് ചൂസ് ചെയ്യാം. അത് നമുക്ക് ഞാൻ ഒന്നുകൂടെ പറയാത്. പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നെയിം ഓഫ് ടെസ്റ്റ് എന്നും പറഞ്ഞ് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ടൈപ്പ് ചെയ്തോ അല്ല സ്ക്രോൾ ചെയ്തോ എടുക്കാം. അപ്പൊ അക്കൗണ്ട് ടെസ്റ്റ് ലോവർ ഞാൻ അതിന്റെ PDF ഒന്നുകൂടി ഇട്ടേക്കാം. ലോവർ ഏതൊക്കെ പേപ്പറാണ് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ ഈ നോട്ടിഫിക്കേഷനിൽ നിന്നുള്ള കോപ്പി എടുത്തിട്ടേക്കാം. അപ്പൊ അക്കൗണ്ട് ടെസ്റ്റ് ലോവറിന് അപ്ലൈ ചെയ്യുന്നവര് ഓരോ പേപ്പറിനും 160 രൂപ വെച്ച് 4 പേപ്പറിന് 640 രൂപ പരീക്ഷാ ഫീസ് കൊടുക്കണം. സർട്ടിഫിക്കറ്റ് ഫീ 210 രൂപ കൊടുക്കണം. കഴിഞ്ഞ തവണ 210 ഒടുക്കിയിട്ടുള്ളവർ സർട്ടിഫിക്കറ്റ് ഫീ കൊടുക്കേണ്ടതില്ല. മാത്രമല്ല നമ്മൾ 4 പേപ്പറിനും അപ്ലൈ ചെയ്യുമ്പോൾ ഡിഫോൾട്ടായിട്ട് തന്നെ 640 കാണിക്കും. ഇനി ഫസ്റ്റ് ചാൻസ് ആണെങ്കിൽ ഇപ്പം അക്കൗണ്ട് ടെസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് പ്രൊഫസേഴ്സിനൊന്നും ഫസ്റ്റ് ചാൻസ് ഫ്രീ കിട്ടില്ല. അവർ പരീക്ഷാ ഫീസ് കൊടുക്കണം. അക്കൗണ്ട് ടെസ്റ്റ് ലോവറിനായാലും എക്സിക്യൂട്ടീവ് ടെസ്റ്റിനായാലും. ആർക്കൊക്കെയാണ് ഫ്രീ ചാൻസ് കിട്ടുന്നതെന്നൊക്കെ ഇതിനകത്ത് പറയുന്നു. മിക്കവാറും എല്ലാവർക്കും ഫ്രീ ചാൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപൂർവം ചിലർക്ക് മാത്രമേ ഉള്ളൂ ഫ്രീ ചാൻസ് കൊടുക്കാത്ത. അപ്പൊ ഫ്രീ ചാൻസ് ഉള്ളവരാണെങ്കിൽ നെയിം ഓഫ് ടെസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവൈലിംഗ് ഫ്രീ ചാൻസ് എന്ന് പറഞ്ഞൊരു കോളം ഉണ്ട്, ടിക്ക് ചെയ്താൽ മതിയാവും. അത് ടിക്ക് ചെയ്തില്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് തന്നെ അടയ്ക്കേണ്ട ഫീസ് കാണിക്കും. അപ്പൊ അക്കൗണ്ട് ടെസ്റ്റിന് ഫീസ് കൊടുക്കുന്നവർക്ക് 640 രൂപയാണ് ഫീസ് കൊടുക്കേണ്ടത്. ഫ്രീ ചാൻസ് ഉള്ളവർക്ക് ഈ 640 കൊടുക്കണ്ട, പകരം സർട്ടിഫിക്കറ്റ് ഫീ നിർബന്ധമായും അടച്ചിരിക്കണം. അതിന് ഫ്രീ ചാൻസ് ഇല്ല. ഇനി അക്കൗണ്ട് ടെസ്റ്റ് ഹയർ ട്രഷറി ജീവനക്കാർക്കും അതുപോലെ തന്നെ ലോക്കൽ ഫണ്ട് ഡിപ്പാർട്ട്മെന്റിന് മാത്രമേ ഹയറിന് ഫീസ് ഫ്രീ ഉള്ളൂ, ഫസ്റ്റ് ചാൻസ് ഫ്രീ ഉള്ളൂ. ബാക്കി എല്ലാവരും അടച്ചിരിക്കണം. ഇനി സർട്ടിഫിക്കറ്റ് ഫീ നമ്മൾ എപ്പോഴെങ്കിലും മുൻകൂർ അടച്ചിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ഫീ അവിടെ കാണിക്കില്ല കേട്ടോ. അല്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് കാണിക്കും. നമ്മൾ പ്രോസസ് ചെയ്യുമ്പോൾ പേയ്മെന്റ് നിന്നെടുത്ത് എത്ര രൂപ അടയ്ക്കാൻ കാണിക്കും കേട്ടോ. സർട്ടിഫിക്കറ്റ് ഫീ മുൻപ് അടച്ചിട്ടുള്ളവർക്ക് അത് കാണിക്കില്ല. മുൻപ് അടച്ചിട്ടില്ലാത്തവർക്ക് സർട്ടിഫിക്കറ്റ് ഫീ അതിലിങ്ങ് വരും. നമ്മളതങ്ങ് പ്രോസസ്സിലേക്ക് പോയാൽ മതി. ഓക്കെ, ഒരു കാര്യമേ ഉള്ളൂ, ഫ്രീ ചാൻസ് അവൈൽ ചെയ്യുന്നില്ല എന്ന് ടിക്ക് ചെയ്തേക്കാം. ഫ്രീ ചാൻസ് ഓൾറെഡി അവൈൽ ചെയ്തിട്ടുള്ളവർ. ഇപ്പൊ 4 പേപ്പറിന് എപ്പോഴെങ്കിലും ഒരു പേപ്പറിന്റെ ഫ്രീ ചാൻസ് അവൈൽ ചെയ്താൽ പോലും പിന്നെ പരീക്ഷ എഴുതിയില്ലെങ്കിൽ പോലും ഒരു പ്രാവശ്യം നമ്മൾ ഫ്രീ ചാൻസ് അവൈൽ ചെയ്ത് പരീക്ഷ എഴുതിയില്ല, എന്നാൽ ഫ്രീ ചാൻസ് നഷ്ടപ്പെട്ടു കേട്ടോ, ഓർത്തിരിക്കണം. അപ്പൊ സർട്ടിഫിക്കറ്റ് ഫീ നേരത്തെ അടച്ചിട്ടുള്ളവർക്ക് അവിടെ കാണിക്കില്ല. അക്കൗണ്ട് ടെസ്റ്റ് ഹയർ 4 പേപ്പറാണ്. അക്കൗണ്ട് ടെസ്റ്റ് ഹയറിന് 5 പേപ്പറിന്റെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും, 4 പേപ്പറിന്റെയും കാണാൻ സാധിക്കും. അത് ഈ ടെസ്റ്റ് താഴെ തന്നെ നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട്, ഞാനത് കാണിക്കാം. അപ്പൊ 4 പേപ്പറിന് നിർബന്ധമായി ഫീസ് അടക്കും. 160 × 4 640 രൂപ. മുൻപ് അപ്ലൈ ചെയ്ത് സർട്ടിഫിക്കറ്റ് ഫീ അടച്ചിട്ടില്ലെങ്കിൽ അതിന് സർട്ടിഫിക്കറ്റ് ഫീ 210 രൂപ കാണിക്കും. ഇതുകൂടാതെ നമ്മൾ മറ്റേതെങ്കിലും പേപ്പർ എഴുതുന്നുണ്ടെങ്കിൽ അതും പ്രൊസീഡ് ചെയ്യാം. ഇനി ടീച്ചേഴ്സ് ആണെങ്കിൽ കേരള എഡ്യൂക്കേഷൻ ആക്ട് ആൻഡ് റൂൾസ്, KER കേരള എഡ്യൂക്കേഷൻ ആക്ട് ആൻഡ് റൂൾസ് എന്നായിരിക്കും കാണുന്നത്. കുറച്ച് താഴേക്ക് പോയാൽ നമ്മൾ സ്ക്രോൾ ചെയ്താൽ കേരള എഡ്യൂക്കേഷൻ ആക്ട് ആൻഡ് റൂൾസ് അല്ലെ മുകളിൽ ടൈപ്പ് ചെയ്തും അത് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ KERഉം ടീച്ചേഴ്സിന് ഫസ്റ്റ് ചാൻസ് ഫ്രീ ആണ്. പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സിനും ഹൈസ്കൂൾ ടീച്ചേഴ്സിനും. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സിന് ഫ്രീ ഇല്ല. അപ്പൊ അതിനും 210 രൂപ ഫസ്റ്റ് ചാൻസ് ഫ്രീ ആണ്. ഫസ്റ്റ് ചാൻസ് ഓൾറെഡി അവൈൽഡ് ആണെങ്കിൽ KERനും പരീക്ഷാ ഫീസ് 160 രൂപയാണ്. സർട്ടിഫിക്കറ്റ് ഫീ KERനും 210 രൂപ. നേരത്തെ അടച്ചിട്ടുണ്ടെങ്കിൽ അടയ്ക്കണം. അപ്പൊ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരാൾ എത്ര രൂപ ഫീസ് കൊടുക്കേണ്ടി വരും? അതായത് 640 രൂപ ലോവറിന്റെ ഫീസ്. ലോവറിന്റെ സർട്ടിഫിക്കറ്റ് ഫീ 210. ഹയറിന്റെ സർട്ടിഫിക്കറ്റ് ഫീ പരീക്ഷാ ഫീസ് 640. ഹയറിന്റെ സർട്ടിഫിക്കറ്റ് ഫീ 210. KERന്റെ ടീച്ചേഴ്സ് ആണ് ഇതിനെ മാത്രം നമുക്ക് നോക്കാം. 0 4 4 1 5 5 4 9 10 0 ശിഷ്ടം 2 4 1 5 4
9 10 0. ശിഷ്ടം 2, 6 2 8 10, 6 2 8, സോറി, ശിഷ്ടം 0, 4 1 5, 4 9 10, ശിഷ്ടം 1, 6 1 7 9 15 17. ശരിയാണോ? 1700 രൂപ. 6 12 14. അത്രയും വരത്തില്ലല്ലോ. 640 രൂപ, 210 രൂപ, 640 രൂപ, 210 രൂപ. അപ്പൊ ടോട്ടൽ എത്ര വരുന്നു? 0 0, 4 1 5, 1 6, 6 4 10 0, ശിഷ്ടം 1, 2 1 3, 6 3 9, 2 11, 1700 രൂപ. കറക്റ്റ്, 1700 ആണ്. ഇതിന് എല്ലാത്തിനും അപ്ലൈ ചെയ്തു. യെസ്, കറക്റ്റ്. അപ്പൊ ഓർത്തിരിക്കണം, ഇനി ഹയറിന് അപ്ലൈ ചെയ്യുന്നില്ല, ലോവറിന് മാത്രമേ ഉള്ളെങ്കിൽ 850 രൂപ. അതുപോലെ തന്നെ ലോവറിന്റെ സർട്ടിഫിക്കറ്റ് ഫീ, നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ എല്ലാ പേപ്പറും ജയിക്കണം കേട്ടോ. ഒരു പേപ്പർ ജയിച്ചാൽ മാത്രം കിട്ടത്തില്ല. KER ഒരു ടെസ്റ്റാ. ഇനി MOP വേണ്ടുന്നവർ അല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെന്റിലെ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യണം. ഒരുമിച്ച് ഓരോന്നോരോന്ന് സെലക്ട് ചെയ്ത് അവസാനം ഫീസ് അടച്ചാൽ മതി. MOPയും പ്രത്യേക ഒരു സർട്ടിഫിക്കറ്റ്. അതുപോലെ അക്കൗണ്ടന്റ് MOPക്കും പരീക്ഷാ ഫീസ് 160 രൂപയാണ്. അതിനും 210 രൂപ സർട്ടിഫിക്കറ്റ് ഫീ. ഇനി അക്കൗണ്ടന്റ് ഫോർ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് എഴുതുന്നവ ഫസ്റ്റ് ചാൻസ് ആണ്, പരീക്ഷാ ഫീസ് ഫ്രീ ആണ്. 2 പേപ്പറാണ്. അപ്പൊ 160 × 2 320, 210 രൂപ സർട്ടിഫിക്കറ്റ്, 530 രൂപയാണ് അവർ അയക്കേണ്ടത്. പിന്നെ അഡീഷണൽ ഡിപ്പാർട്ട്മെന്റിന്റെ പേപ്പേഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ അതിനൊക്കെ അപ്ലൈ ചെയ്യുന്നവർ അങ്ങനെ അയക്കണം. മനസ്സിലായല്ലോ? ഫീസ് സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കോളൂ. ഹലോ, വേഗമാവട്ടെ. ഫീസ് സംബന്ധമായിട്ട് ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അതിലെ ഹൈസ്കൂൾ ടീച്ചേഴ്സ് ഫസ്റ്റ് ടൈം ഒന്ന് പറയൂ സർ. ഹൈസ്കൂൾ ടീച്ചേഴ്സിന് ഫസ്റ്റ് ടൈം സാറിന് അക്കൗണ്ടൻസി ലോവർ 4 പേപ്പർ അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പൊ സർട്ടിഫിക്കറ്റ് ഫീ 210 രൂപ അടയ്ക്കണം. 640 രൂപ ഫ്രീ ഉണ്ട്. ഹയറിന് അപ്ലൈ ചെയ്താൽ 640 പ്ലസ് 210 അടയ്ക്കണം. KER ഫസ്റ്റ് ചാൻസ് ആണെങ്കിൽ 160 രൂപ അടയ്ക്കണം. അതായത് ലോവർ ഫസ്റ്റ് ചാൻസ് ഫ്രീ ആണ്, പരീക്ഷ ഫീസ് അടയ്ക്കണ്ട. സർട്ടിഫിക്കറ്റ് 210 രൂപ ഡിഫോൾട്ട് കാണിക്കോടെ, ഫ്രീ ചാൻസ് ചൂസ് ചെയ്താൽ മതി. ഇതൊക്കെ തന്നെ ഡിഫോൾട്ടായി വന്നിരിക്കും. ഹയർ 4 പേപ്പർ 640 രൂപയാണ് പരീക്ഷാ ഫീസ്, സർട്ടിഫിക്കറ്റ് 210 രൂപ. KER ഫസ്റ്റ് ചാൻസ് ഫ്രീ ആണ്, പരീക്ഷാ ഫീസ് അടയ്ക്കണ്ട. UP ടീച്ചേഴ്സിനും ഇങ്ങനെയാണ്, ഹൈസ്കൂൾ ടീച്ചേഴ്സിനും എല്ലാം ഇങ്ങനെയാണ്. അക്കൗണ്ടൻസി ലോവറിന് ഫസ്റ്റ് ചാൻസ് ഫ്രീ ആണ്. അപ്പോൾ 210 രൂപ സർട്ടിഫിക്കറ്റ് ഫീ ലോവറിന്റെ ഡിഫോൾട്ടായി കാണിക്കും. ഫ്രീ ചാൻസ് ടിക്ക് ചെയ്യണം. ഹയറിന് 640 രൂപ പരീക്ഷാ ഫീസ് അടച്ചിരിക്കണം, ഫ്രീ ഇല്ല. സർട്ടിഫിക്കറ്റ് ഫീ 210 അടയ്ക്കണം. KER ഫസ്റ്റ് ചാൻസ് ഫ്രീ ആണ്, സർട്ടിഫിക്കറ്റ് ഫീ 210. അപ്പോഴേ ലോവറിന് യഥാർത്ഥത്തിൽ ഫസ്റ്റ് ചാൻസ് എഴുതുന്നവർക്ക് ടീച്ചേഴ്സിന് സർട്ടിഫിക്കറ്റ് ഫീ 210 ലോവറിന്റെ, ഹയറിന്റെ 640 രൂപ ഫീസ്, ഹയറിന്റെ സർട്ടിഫിക്കറ്റ് ഫീ 210, KERന്റെ 210 രൂപ സർട്ടിഫിക്കറ്റ് ഫീ. ഫസ്റ്റ് ചാൻസ് ഫ്രീ ഉണ്ടല്ലോ. അപ്പോഴ് 4 1 5 1 6 1 7 0 7 2 2 4 8 6 14 8 4 2 2 4 6 1207 രൂപയോ ഹൈസ്കൂൾ ടീച്ചേഴ്സിനും പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സിനും എല്ലാം ഫസ്റ്റ് ചാൻസ് അപ്ലൈ ചെയ്യുന്നു. അത് ഡിഫോൾട്ട് അവിടെ കാണിക്കും. ഓക്കെ, ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ. എങ്ങനെയാ സാർ? കഴിഞ്ഞ പരീക്ഷ പാസ്സായി കഴിഞ്ഞത് ഇപ്രാവശ്യം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് വീണ്ടും വേണ്ട, അതിന് അപ്ലൈ ചെയ്യണ്ട സാർ. ഒരു പേപ്പറിന് ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് ബാക്കി അപ്ലൈ ചെയ്താൽ മതി. ഓരോ പേപ്പറും നമുക്ക് ചൂസ് ചെയ്യാമല്ലോ. നമുക്ക് 4 പേപ്പർ സാർ ലോവറിന്ന് സെലക്ട് ചെയ്യുമ്പോൾ 1 2 3 4 പേപ്പർ ഇവിടെ കാണിക്കും. സാറിന് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്താൽ മതി, അത് ക്ലിക്ക് ചെയ്താൽ മതി. ഓൾ കൊടുക്കണ്ട. ഓൾ കൊടുത്താൽ ഫീസ് വീണ്ടും അടയ്ക്കേണ്ടി വരും. എങ്ങനെ? ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ആകുമ്പോൾ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സിന് അക്കൗണ്ടന്റ് ഫോർ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ആദ്യം അപ്ലൈ ചെയ്താലും 320 രൂപ പരീക്ഷാ ഫീസും 160 രൂപ സർട്ടിഫിക്കറ്റ്, സോറി 210 രൂപ സർട്ടിഫിക്കറ്റ് ഫീ അടയ്ക്കണം. ഫ്രീ ചാൻസ് ഇല്ല കേട്ടോ. KER എഴുതണ്ട സാറേ? KER എഴുതുന്നെങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് KER വേണ്ട. KER എഴുതുന്നെങ്കിൽ
എഴുതുന്നതിന് തടസ്സമൊന്നുമില്ല. 160 പ്ലസ് 210 അതിനും അടയ്ക്കണം. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സിന് അക്കൗണ്ട് ടെസ്റ്റ് ലോവർ വേണമെങ്കിലും എഴുതാം. അപ്പൊ അങ്ങനെ ഓരോ പേപ്പറിനും 160 വെച്ച് അടയ്ക്കണം. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സിന് ഫ്രീ ഇല്ല, കൺസെഷൻ ഇല്ല. ഹലോ, സംസാരം ഒന്ന് ഒഴിവാക്കിയ കൊള്ളായിരുന്നു. ഹലോ, സംശയം ഉണ്ടായിരുന്നു. ചോദിക്കും മാഡം, ചോദിക്കും മാഡം. ഹലോ, ചോദിച്ചോളൂ, വേഗം ചോദിച്ചോളൂ. അഗ്രികൾച്ചർ ഓഫീസർ ആണോ? സാർ കേക്കാമോ? അഗ്രികൾച്ചർ അസിസ്റ്റന്റ് പരീക്ഷ എത്ര പേപ്പർ എഴുതണം? ഓരോ പേപ്പറിന് 160 രൂപ അടയ്ക്കണം. ഫസ്റ്റ് ചാൻസ് ഫ്രീ കിട്ടുമല്ലോ ലോവറിന്. ഹയറിന് ആർക്കും ഫ്രീ ഇല്ല. ലോവർ ഒരു പേപ്പറിന് 160 വെച്ച് അടയ്ക്കണം. ഫസ്റ്റ് ചാൻസ് ഫ്രീ ആണെങ്കിൽ ആ 4 പേപ്പറിന്റെ പരീക്ഷാ ഫീസ് അടയ്ക്കണ്ട, 210 രൂപ അടയ്ക്കണം. അത് എല്ലാവർക്കും ഒരുപോലെയാണ്. അഗ്രികൾച്ചർ അസിസ്റ്റന്റ് എന്നോ ടീച്ചറെന്നോ ക്ലാർക്കെന്നോ ഒരു വ്യത്യാസവും ഇല്ല. സൗജന്യം ഉള്ളവർക്കെല്ലാം ഇതാണ്. ഫസ്റ്റ് ചാൻസ് പരീക്ഷാ ഫീസ് അടയ്ക്കണ്ട. പരീക്ഷാ ഫീസ് ഇനി അടച്ചാലും കുഴപ്പമില്ല, നമുക്ക് ഫ്രീ ചാൻസ് അവൈൽ ചെയ്തില്ലെങ്കിൽ പരീക്ഷാ ഫീസ് അടയ്ക്കാം. ഫസ്റ്റ് ചാൻസ് ഫ്രീ അവൈൽ ചെയ്യണമെന്ന് PSCക്കോ സർക്കാരിനോ നിർബന്ധമൊന്നുമില്ല. അത് അവരവരുടെ ഇഷ്ടമാണ്. ഇതെല്ലാം ഡിഫോൾട്ട് ആയിട്ട് അവിടെ കാണിക്കും. നമ്മൾ ഫ്രീ ചാൻസ് ക്ലിക്ക് ചെയ്താൽ ഫ്രീ ആണ്. ഹയറിന് ഫ്രീ ചാൻസ് ക്ലിക്ക് ചെയ്താൽ പരീക്ഷാ ഫീസ് നമുക്ക് സർട്ടിഫിക്കറ്റ് നമുക്ക് അഡ്മിഷൻ കിട്ടത്തില്ല. അതുപോലെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സും ഫ്രീ ചാൻസ് എന്ന് ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഹോൾ ടിക്കറ്റ് വരില്ല, റിജക്ട് ചെയ്യും. ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ചോദിച്ചോ, വേഗം ചോദിക്കും. ഞാൻ ഒരു തവണ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം ആയിട്ട്. പക്ഷെ പൈസ അടയ്ക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പൊ ഇനി അപ്ലൈ ചെയ്യുമ്പോ ഇനി പരീക്ഷ ഫീസ് അടയ്ക്കുന്ന സേഫ് കേട്ടോ. ആണല്ലേ? ഓ, ചിലപ്പോ ഏതെങ്കിലും സാഹചര്യത്തിൽ അത് ചിലപ്പോ ഇനി അത് റിജക്ഷൻ ഒക്കെ വരാൻ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഫസ്റ്റ് ചാൻസ് ഇനി ഫ്രീ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ശരി ശരി. ഓക്കെ സാറേ, ഞാൻ കഴിഞ്ഞ തവണ പരീക്ഷ ഫീസ് അടച്ചു, പക്ഷെ എക്സാം ഒന്നും എഴുതിയില്ല. ഇനി പരീക്ഷ ഫീസ് അടയ്ക്കണം, വീണ്ടും അടയ്ക്കണം. അപ്പൊ ഇത്ര സർട്ടിഫിക്കറ്റ് ഫീസ് അടയ്ക്കണ്ട. വൺസ് യു പേഡ് സർട്ടിഫിക്കറ്റ് ദാറ്റ് ഇസ് ഫോർ എവർ. നീ നോട്ട് പേ അഗൈൻ ആൻഡ് അഗൈൻ. ഫോട്ടോ ഒന്നും ഇനി അപ്പൊ അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. 10 വർഷം കഴിഞ്ഞെങ്കിൽ അപ്ലോഡ് ചെയ്യണം. ഇപ്പൊ ജസ്റ്റ് കഴിഞ്ഞ മാസം 10 വർഷം കഴിഞ്ഞ ഒരു അപേക്ഷ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ സാർ. അല്ല സാറേ, ഫോട്ടോയിൽ എന്തോ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് പറയുന്നല്ലോ. ആ ഫോട്ടോ ഇല്ല, അതൊന്നും വേണ്ട സാർ. പഴയ ഫോട്ടോ 10 വർഷം കഴിഞ്ഞിട്ടില്ല, പഴയ ഫോട്ടോ മതി. മതി. വൺ ടൈം രജിസ്ട്രേഷൻ 10 കൊല്ലം മുമ്പൊക്കെ നടത്തിയിട്ടുണ്ടോ ആരെങ്കിലും? അതിന് ഇപ്പൊ എഴുതുന്നവരാരും നടത്താൻ സാധ്യതയില്ലല്ലോ. ഹലോ സാർ, ഇനി പുതിയ ഫോട്ടോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങ് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. ഹലോ സാർ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞോ, വേഗം പറ. ഞാൻ കഴിഞ്ഞ പരീക്ഷ എഴുതിയിട്ടില്ലായിരുന്നു, അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സർട്ടിഫിക്കറ്റ് ഫീസ് വീണ്ടും എഴുതണോ സാറേ? ഫ്രീ ചാൻസ് വേണ്ട, സർട്ടിഫിക്കറ്റ് ഫീ അവിടെ കാണിക്കില്ല മാഡം. ഒരു പ്രാവശ്യം അടച്ചിട്ടുണ്ടെങ്കിൽ ഡിഫോൾട്ട് ആയിട്ട് കാണിക്കില്ല കേട്ടോ. ശരി. അപ്പൊ ഫീ മാത്രം അടച്ചാൽ മതിയല്ലേ? മതി. അവിടെ ഫീസ് മാത്രമേ വരൂ. അതായത് അക്കൗണ്ട് ടെസ്റ്റ് ലോവറിന്റെയും MOPയുടെയും. മതി. നമ്മൾ ഫീസ് ഒക്കെ നമ്മൾ നിശ്ചയിക്കുന്നു വേണ്ട, ഫീസ് അവിടെ കാണിക്കും കേട്ടോ. നമ്മൾ എന്തെങ്കിലും പരീക്ഷയ്ക്ക് സർട്ടിഫിക്കറ്റ് ഫീ അടച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ കാണിക്കില്ല. ശരി സാർ, ശരി. ഓക്കെ. പരീക്ഷ എന്നായിരിക്കും സെപ്റ്റംബർ ലാസ്റ്റ് വീക്ക് തുടങ്ങിയേക്കാം. ഓണം കഴിഞ്ഞിട്ട് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ, ചിലപ്പോൾ ഒക്ടോബറിൽ പോയേക്കാം. അസിസ്റ്റന്റ് അക്കൗണ്ട് ലോവർ എഴുതണം. ലോവർ. ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പരീക്ഷയ്ക്ക് ഫീസ് അടച്ചു, പക്ഷെ എഴുതാൻ പറ്റിയില്ല സാർ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കും. ഓക്കെ, പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക. യെസ്, ഓരോ പേപ്പറിനും 160 രൂപ എന്ന നിരക്കിലാണ് പരീക്ഷാ ഫീസ്. ഈ അടിസ്ഥാനത്തിൽ എത്ര പേപ്പറുകൾ ഉണ്ടെന്ന് കണക്കാക്കി മുഴുവൻ പരീക്ഷാ ഫീസ് കൊടുക്കേണ്ടതാണ്. 2019 ജൂലൈയിലെ വകുപ്പ് തല പരീക്ഷ മുതൽ ഒരു സർട്ടിഫിക്കറ്റിന് 210 രൂപ നിരക്കിൽ എത്ര സർട്ടിഫിക്കറ്റിനാണോ അപേക്ഷിക്കുന്നത് അത്രയും തുക സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് കൊടുക്കേണ്ടതാണ്. അക്കൗണ്ട് ടെസ്റ്റ് ലോവർ ഒരു സർട്ടിഫിക്കറ്റ് ആണ്, അക്കൗണ്ട് ടെസ്റ്റ് ഹയർ ഒരു സർട്ടിഫിക്കറ്റ് ആണ്, KER ഒരു സർട്ടിഫിക്കറ്റ് ആണ്, MOP ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ തന്നെ അക്കൗണ്ട് ടെസ്റ്റ് ഫോർ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സിന് ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഇങ്ങനെ ഓരോന്നിനും ഓരോ സർട്ടിഫിക്കറ്റ്. ലോവർ മാത്രം അപ്ലൈ ചെയ്യുന്നവർക്ക് ലോവറിന് 210 രൂപ സർട്ടിഫിക്കറ്റ് കൊടുക്കിയിരിക്കണം. ഡിഫോൾട്ട് ആയിട്ട് അവിടെ കാണിക്കും. പരീക്ഷാ ഫീസ്, സർട്ടിഫിക്കറ്റ് ഫീസ് ഇനങ്ങളിൽ കൊടുക്കേണ്ട തുക ഡിഫോൾട്ടായി കാണാവുന്നതാണ്.
നമ്മൾ അവിടെ ഇതൊന്നും നമ്മൾ പറയണ്ട, നമ്മൾ ഇത്ര ഒന്ന് അവിടെ ഒന്ന് എൻട്രി ചെയ്യണ്ട. ആപ്ലിക്കേഷൻ പ്രോസസ് ചെയ്യുമ്പോൾ ലാസ്റ്റ് കാണിക്കും ഇത്ര രൂപ അടയ്ക്കണമെന്ന്. ഫ്രീ ചാൻസ് അർഹതയില്ലാത്തവർ ക്ലിക്ക് ചെയ്യരുത്, അത്രേ ഉള്ളൂ കാര്യം. ഫ്രീ ചാൻസ് ഓൾറെഡി അവൈലബിൾ ആണെങ്കിൽ വീണ്ടും ക്ലിക്ക് ചെയ്യരുത്. 2015 മുതൽ ബഹുപതല പരീക്ഷയ്ക്ക് അപേക്ഷിക്കുകയും സർട്ടിഫിക്കറ്റ് ഫീസ് കൊടുക്കുകയും ചെയ്തവർ അതേ പ്രൊഫൈലൂടെ അപേക്ഷിച്ചാൽ മാത്രമേ ഒടുക്കിയ സർട്ടിഫിക്കറ്റ് ഫീസ് സാധുവായി കണക്കാക്കുകയുള്ളൂ. അപ്പോൾ നേരത്തെ സർട്ടിഫിക്കറ്റ് അടച്ചിട്ടുണ്ടെങ്കിൽ അതേ പ്രൊഫൈൽ പിന്നെ അപ്ലൈ ചെയ്യണം. ഒരിക്കൽ അടച്ച പരീക്ഷാ ഫീസ് യാതൊരു കാരണവശാലും തിരികെ ലഭിക്കുന്നതല്ല. ഒരു ഹെഡ് ഓഫ് അക്കൗണ്ടിലേക്ക് കൊടുക്കേണ്ട പണം മറ്റൊരു ഹെഡ് ഓഫ് അക്കൗണ്ടിലേക്ക് മാറ്റുവാൻ കഴിയുന്നതല്ല. അതായത് സർട്ടിഫിക്കറ്റ് ഫീസായി ഒടുക്കിയ പണം പരീക്ഷാ ഫീസായോ തിരിച്ചോ വകയിരുത്താൻ പറ്റും. നേരിട്ടുള്ള നിയമനം വഴിയോ ബൈ ട്രാൻസ്ഫർ മുഖാന്തരമോ നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്റെ പ്രൊബേഷന്റെയോ ട്രെയിനിങ്ങിന്റെയോ പൂർത്തീകരണത്തിനോ ഏതെങ്കിലും തസ്തികയിൽ ഇൻക്രിമെന്റ് സ്ഥിരപ്പെടുത്തലോ ലഭിക്കുന്നതിനോ ഉയർന്ന തസ്തികയിലെ ഉദ്യോഗം കയറ്റം കിട്ടുന്നതിനോ ഒരു പോസ്റ്റിൽ പിഴ കൂടാതെ തുടരുന്നതിനോ ഏതെങ്കിലും ഒരു ടെസ്റ്റ് നിർബന്ധിക്കണമെന്നോ ഒബ്ലിഗേറ്ററി പരീക്ഷകൾക്കാണ് ഫ്രീ കിട്ടുന്നത്. ലൈൻ ഓഫ് പ്രൊമോഷൻ പ്രകാരം അവർക്കാണ് ഫ്രീ ചാൻസ്. ക്ലാർക്കിന് സീനിയർ ക്ലാർക്ക് ആകുന്നതിന്, ടീച്ചേഴ്സിന് HM ആകുന്നതിന് മിക്കവാറും എല്ലാവർക്കും ഫ്രീ ഉണ്ട്. പരീക്ഷയ്ക്ക് ഫ്രീ ചാൻസ്, ഒരു പരീക്ഷയ്ക്ക് ഫ്രീ ചാൻസിൽ അപേക്ഷിക്കുകയും എന്നാൽ ഏതെങ്കിലും കാരണവശാൽ പരീക്ഷ എഴുതാതിരിക്കുകയും ചെയ്താൽ അതും ഫീ സൗജന്യം അനുവദിക്കപ്പെട്ടുള്ള തവണയായി കണക്കാക്കുന്നതാണ്. ഒരു പേപ്പറിന് അപ്ലൈ ചെയ്താലും മതി. ഓരോ ടെസ്റ്റിനും മുഴുവനായിട്ടാണ് ഫീ സൗജന്യം. അല്ലാതെയുള്ള പല പേപ്പറുകൾക്കുള്ള ഓരോ ടെസ്റ്റിന്റെ ഓരോ പേപ്പറുകളായിട്ടല്ല. ഉദാഹരണമായി അക്കൗണ്ട് ടെസ്റ്റിന് അപേക്ഷിക്കുന്ന ഒരാൾക്ക് 4 പേപ്പറിനും കൂടി പരീക്ഷ എഴുതിയാലും ഇല്ലെങ്കിലും ഒരു പ്രാവശ്യം മാത്രമേ ഫീ സൗജന്യം കിട്ടുകയുള്ളൂ. ആ പരീക്ഷയിൽ എല്ലാ പേപ്പറുകളും ജയിക്കാൻ സാധിച്ചില്ല എങ്കിൽ അടുത്ത തവണ മുതൽ തോറ്റ പേപ്പറുകൾക്കും അപേക്ഷിക്കാതിരുന്ന പേപ്പറുകൾക്കും ഫീസ് കൊടുക്കണം. അപ്ലൈ ചെയ്താൽ ഫ്രീ ചാൻസ് പോയി. മേൽപ്പറഞ്ഞ അനുകൂലം ടൈപ്പിസ്റ്റുകൾക്കും സ്റ്റെനോഗ്രാഫർമാർക്കും അവർക്ക് അനുവദിക്കുന്നുണ്ട് കേട്ടോ. ക്ലാർക്കിന്റെ പോസ്റ്റിനെ ക്ലറിക്കൽ പരീക്ഷയ്ക്ക് ഇരിക്കുവാൻ അനുവദിച്ചിട്ടുള്ള താഴ്ന്ന വരുമാനക്കാർ കാദിയാൻ ബോർഡിലെ ജീവനക്കാർക്കും ഒബ്ലിഗേറ്ററി എയ്ഡഡ് സ്കൂളിലെയും അതുപോലെ കേരളത്തിലെ എയ്ഡഡ് ഹൈസ്കൂളിലെയും എയ്ഡഡ് ട്രെയിനിങ് സ്കൂളിലെയും ഹെഡ് മാസ്റ്റർമാർക്കും മറ്റും അനുസരിച്ച് ഒബ്ലിഗേറ്ററി നിൽക്കുള്ള ബഹുതല പരീക്ഷകൾക്കും കേരളത്തിലെ പ്രൈമറി സ്കൂളുകളിലെയും അപ്പർ പ്രൈമറി സ്കൂൾ ഹെഡ് മാസ്റ്റർമാർക്കും PD ടീച്ചർമാർക്കും അനുസരിച്ച് പൊതുമരാമത്ത് വകുപ്പിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടെ പ്രവേശനം പൂർത്തീകരിക്കുന്നതിനും തുറന്ന് ഒതുക്കുക കിട്ടുന്നതിനും PWD മാനുവൽ പരീക്ഷയ്ക്കും പൊതുമരാമത്ത് വകുപ്പിലെ AEമാർക്കാണ് ഫീസ് സൗജന്യം കിട്ടുന്നത്. AEയുടെ താഴെയുള്ള ഒരാൾ പരീക്ഷ എഴുതിയാൽ ഫീസ് അടയ്ക്കുന്നു. AE അതിന് ശേഷമേ ഉള്ളൂ. ഇപ്പം ഉദാഹരണം ഡ്രാഫ്റ്റ്മാൻ അല്ലെങ്കിൽ ഓവർസിയർ അവർക്കൊക്കെ പരീക്ഷ എഴുതാം, പക്ഷെ ഫീസ് അടയ്ക്കേണ്ടി വരും. അത് AEക്കാണ് പരീക്ഷ കാര്യം പറഞ്ഞത്. കേരളത്തിലെ പഞ്ചായത്ത് വകുപ്പിലെ ജീവനക്കാർക്ക് ഫീസ് സൗജന്യമാണ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിച്ചേക്കണേ. അതുപോലെ യൂണിവേഴ്സിറ്റിക്കാർക്ക് ഫ്രീ ഇല്ല. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് നിർബന്ധമായും പാസ്സായേണ്ട ഒരു തവണ മാത്രം ഫ്രീ ആണ്. ട്രഷറി, ലോക്കൽ ഫണ്ട് എന്നീ വകുപ്പുകളിലെ ഒഴികെയുള്ള ജീവനക്കാർക്ക് അക്കൗണ്ടൻസ് ഹയറിന് ഫീസ് സൗജന്യം ഇല്ല. വിദ്യാഭ്യാസ വകുപ്പിലെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ടീച്ചർ, നോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ടീച്ചർ, ആരോഗ്യ വകുപ്പിലെ മെഡിക്കൽ വിദ്യാഭ്യാസ സ്റ്റാഫ് നഴ്സ്, ഹെഡ് നഴ്സ് എന്നീ തസ്തികകളിൽ ജോലി നോക്കുന്നവർക്ക് വകുപ്പ് തല പരീക്ഷ നിർബന്ധമല്ലാത്തതിനാൽ ഫീസ് സൗജന്യം ഇല്ല കേട്ടോ. കാരണം ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ പ്രിൻസിപ്പൽ ആകുന്നതിന് ടെസ്റ്റ് നിർബന്ധമില്ല. പക്ഷെ പ്രിൻസിപ്പൽ ആയിക്കഴിഞ്ഞാൽ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതിനും തുടരുന്നതിനും 1 വർഷത്തിനാണ് ടെസ്റ്റ് പാസ്സാകണം. അതുകൊണ്ടാണ് ഫ്രീ ഇല്ലാത്തത്. ഓർത്തിരിക്കണം, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് ഫ്രീ ചാൻസ് ക്ലിക്ക് ചെയ്യാൻ പാടില്ല. വകുപ്പ് തല പരീക്ഷകൾക്ക് ഓൺലൈൻ മുഖേന അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഫ്രീ ചാൻസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് yes എന്ന് രേഖപ്പെടുത്തുന്നു എന്നതുകൊണ്ട് മാത്രം പരീക്ഷാർത്ഥിക്ക് ഫ്രീ ചാൻസ് ലഭിക്കുന്നതിന് അർഹത ഉണ്ട് എന്ന് ധരിക്കേണ്ടത്. അപേക്ഷകളുടെ സൂക്ഷ്മ പരിശോധനാ വേളയിൽ ഫ്രീ ചാൻസിൽ പരീക്ഷ എഴുതുന്ന അർഹതയില്ലാത്ത പരീക്ഷാർത്ഥികളുടെ അപേക്ഷ നിരസിക്കുന്നതാണ്. എന്നാൽ ഫ്രീ ചാൻസ് ലഭിക്കുന്നതിന് ഫീസ് അടയ്ക്കാതെ പരീക്ഷ എഴുതുന്നതിന് തങ്ങൾക്ക് അർഹത ഉണ്ട് എന്ന് ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവ് പരിശോധിച്ച് ഇപ്പം ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ക്ലാർക്കന്മാർക്കും ഫ്രീ ചാൻസ് കിട്ടുന്നുണ്ട്. പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സിന്, ഹൈസ്കൂൾ ടീച്ചേഴ്സിന്, അതുപോലെ ഡോക്ടേഴ്സിന്, മജിസ്ട്രേറ്റ്മാർക്ക് ഒക്കെ ഫ്രീ ചാൻസ് കിട്ടുന്നുണ്ട്. പക്ഷെ കോളേജിലെ പ്രൊഫസർമാർക്ക് ഫ്രീ ചാൻസ് കിട്ടാം. ഫീസ് സൗജന്യത്തിന് അർഹരായിട്ടുള്ളവർ പ്രസ്തുത വിവരം അപേക്ഷയിൽ രേഖപ്പെടുത്തുന്നത് കൂടാതെ അഡ്മിഷൻ ടിക്കറ്റിലെ സർട്ടിഫിക്കറ്റ് തങ്ങളുടെ വകുപ്പ് മേധാവിയോ ഓഫീസ് മേധാവിയോ അങ്ങനെ ഉണ്ട്. നമുക്ക് ഹോൾ ടിക്കറ്റ് വരുമ്പോഴേ അത് അഡ്മിഷൻ ടിക്കറ്റ് അവിടെ അതായത് എലിജിബിൾ ഫോർ ഫ്രീ ചാൻസ് എന്ന് പറഞ്ഞൊരു കോളമുണ്ട്. അത് ടിക്ക് ചെയ്തിട്ട് നമ്മളുടെ ഓഫീസ് മേധാവി സർട്ടിഫൈ ചെയ്യണം. സർട്ടിഫിക്കറ്റ് അവിടെ ഉണ്ട്, കോളം ടിക്ക് ചെയ്താൽ മതി. ഹോൾ ടിക്കറ്റിനകത്ത് മനസ്സിലാവും, ഇപ്പൊ ചെയ്യേണ്ട ആവശ്യമില്ല. അനക്സർ എയിൽ 6 കൊടുത്തിരിക്കുന്ന PWD മാനുവൽ പരീക്ഷ പൊതുമരാമത്ത് വകുപ്പിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാർക്ക് പ്രവേശനം പൂർത്തിയാക്കുന്നതിനും തുടർന്നുള്ള ഉദ്യോഗ കയറ്റത്തിനും ഇപ്പോൾ നിശ്ചിത അക്കൗണ്ടൻസ് ഓവറിനും PWD പരീക്ഷയ്ക്കും പുറമേ നിർബന്ധമാക്കിയിട്ടുണ്ട്. AEമാർക്കാണ് കേട്ടോ. AEയുടെ താഴെയുള്ളവർ ആരെങ്കിലും പരീക്ഷ എഴുതുന്ന ഫീസ് അടച്ചോണം. അതുപോലെ ജയിൽ സബോർഡിനേറ്റ് ജീവനക്കാരുടെയൊക്കെയാണ്, അതൊക്കെ ഒന്ന് വായിച്ചാൽ മതി.
കേരള പഞ്ചായത്ത് ടെസ്റ്റ് യു ഡി ക്ലർക്കുമാർ, ഹെഡ് ക്ലർക്കുമാർ, പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എന്നിവർക്ക് വേണ്ടി പൊതുപരീക്ഷയാണ് പഞ്ചായത്ത് ടെസ്റ്റ്. കേരള പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് പഞ്ചായത്ത് ജീവനക്കാരുടെ ഒന്ന് വായിച്ചോണം. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഖാദി, ഓക്കെ, കേരള ജയിൽ ഓഫീസേഴ്സ്. എല്ലാ ടെസ്റ്റുകളും ഭാഗികമായി പാസ്സാകാം. അതുകൊണ്ട് പരീക്ഷാർത്ഥികൾക്ക് അവർ പാസ്സാകേണ്ട ടെസ്റ്റുകൾ മുഴുവനായോ ഒന്നോ അതിലധികമായ പേപ്പറുകൾ മാത്രമായ ചേരാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായി. നമുക്ക് ഓരോ പരീക്ഷയ്ക്കും ഒരു പേപ്പറിന് വേണമെങ്കിലും ഫീസ് അടയ്ക്കാം, നോ പ്രോബ്ലം. അക്കൗണ്ടൻഷിപ്പ് KSR മാത്രമേ അക്കൗണ്ടൻഷിപ്പ് ലോവറും ഹയറും എഴുതുന്നുള്ളന്നിരിക്കട്ടെ. അപ്പോൾ ഫ്രീ ചാൻസ് ആയിട്ട് അത് എടുക്കാതിരിക്കുക, അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇപ്പൊ നമ്മൾ ഫ്രീ ചാൻസ് കിട്ടുന്ന ആൾ തന്നെ ഫസ്റ്റ് ചാൻസിൽ ഒരു പേപ്പർ എഴുതുന്നതെങ്കിൽ ബെറ്റർ റെമിറ്റ് ഫീ. ചിലപ്പോൾ ഇത് കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, ചിലപ്പോൾ റിജക്ഷൻ ഒക്കെ വരും. ഓരോ പേപ്പറും നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പൊ KSR ലോവറും ഹയറും മാത്രം വേണേൽ എഴുതാമല്ലോ. അപ്പോൾ 160 പരീക്ഷാ ഫീസ് രണ്ടിനും 160 വെച്ചുണ്ട്. സർട്ടിഫിക്കറ്റ് ഫീ ഒരു പേപ്പറിന് അപ്ലൈ ചെയ്താലും സർട്ടിഫിക്കറ്റ് ഫീ ഒടുക്കിയിരിക്കണം. അഡ്വാൻസ് ആണ് സർട്ടിഫിക്കറ്റ് ഫീ. ഒരിക്കൽ അടച്ചാൽ പിന്നെ അടയ്ക്കണ്ട. ഓൺലൈൻ OMR മാതിരിയുള്ള ടെസ്റ്റുകളുടെ സമയം അക്കൗണ്ടൻറ്റ് ലോവർ, KSR അക്കൗണ്ടൻറ്റ് ഹയർ, KSR അക്കൗണ്ടൻറ്റ് ഫോർ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് പേപ്പർ എന്നിവ ഒഴികെ എല്ലാം 1.5 മണിക്കൂറാണ്. KSRന് 2 മണിക്കൂറാണ്. ഓക്കെ, എക്സൈസ് ടെസ്റ്റിന് 2 മണിക്കൂറാണ്. അക്കൗണ്ടൻറ്റ് ഫോർ എക്സിക്യൂട്ടീവ് ഓഫീസറിന് KSRനാണ് 2 മണിക്കൂർ. ഉദ്യോഗ നിയമനത്തിലുള്ള തെരഞ്ഞെടുപ്പ് പരീക്ഷകൾ മലയാളം ഒഴിച്ചുള്ള പ്രാദേശിക ഭാഷകളിൽ എഴുതുന്നവർക്ക് വേണ്ടി അവർക്ക് പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. ന്യൂനപക്ഷ ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങളിൽ വിട്ടേക്ക്. ചുമട്ടുതൊഴിലാളി വകുപ്പ് തല ചുമട്ടുതൊഴിലാളി ക്ഷേമത ബോർഡിലെ യു ഡി ക്ലർക്ക് സ്ഥിര സ്ഥാനക്കയറ്റം അക്കൗണ്ടൻറ്റ് ഓവർ 40% മാർക്ക് ജയിക്കാൻ വേണ്ടുന്നത്. റവന്യൂ ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതൊന്നും ഇനിയിപ്പോൾ നമുക്ക് പലർക്കും പല കാറ്റഗറിയിലുള്ളവർക്കാണ്. ഡെപ്യൂട്ടേഷൻ ഉള്ളവർ പേരന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസ് മേധാവി സൈൻ ചെയ്യണം കേട്ടോ. ഡെപ്യൂട്ടേഷൻ ഫ്രീ ചാൻസ് ഉള്ളവർ, ജനപ്രതിനിധികൾ. ഇത് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ പറയുന്നത്, നമുക്കിതൊന്നും എല്ലാം ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഓരോന്നിനും ഏതൊക്കെ പേപ്പറുകളാണെന്ന് നോക്കാം. പരീക്ഷാ ഹാളിൽ ഏതൊക്കെ പുസ്തകങ്ങൾ ഉപയോഗിക്കാം? വിത്ത് ബുക്സ്. ഗൈഡുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല, പ്രത്യേകം പറയുന്നുണ്ട്. കുറിപ്പുകളോ ഗൈഡുകളോ അംഗീകൃത പുസ്തകങ്ങളെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളോ ഒഴികെ അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. നമുക്ക് പ്രിന്റ് ഔട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. പക്ഷെ സർക്കാരിലേക്ക് വല്ല പുസ്തകങ്ങളൊന്നും കിട്ടുന്നില്ലെന്ന് പറയും മെമ്മോറണ്ടോ കൊടുത്താൽ സർക്കാരിനും PSC കൊടുത്താൽ ചിലപ്പം അനുവദിച്ചേക്കാം പ്രിന്റൊക്കെ. റിവിഷന്റെ KSR പരീക്ഷയ്ക്ക് റിവിഷന്റെ പ്രിന്റ് കൊണ്ടുപോകും. അത് നമുക്ക് ടൈം ടേബിൾ വരുമ്പോൾ ആ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കും ഏതൊക്കെ പുസ്തകങ്ങളുടെ പ്രിന്റ് ഔട്ട് എടുത്ത് ഉപയോഗിക്കാവുണ്ട് കേട്ടോ. ചില പുസ്തകങ്ങളുടെ ഒക്കെ പ്രിന്റ് ഔട്ട് ഉപയോഗിക്കാം, ടൈം ടേബിൾ പറഞ്ഞിരിക്കും. പിന്നെ പരീക്ഷാ ഹാളിൽ മാന്യമായി പെരുമാറണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു, അല്ല ക്യാൻസലേഷൻ വരാം. ഡിപ്പാർട്ട്മെന്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്ന അവസാന തീയതി വരെ പരീക്ഷാർത്ഥികൾ പേപ്പറുകൾ, മേഖല എന്നിവ മാറ്റാനുള്ള അവസരം ലഭ്യമാണ്. പരീക്ഷയുടെ സെന്ററുകൾ മാറ്റിക്കിട്ടണമെന്നുള്ള അപേക്ഷകൾ സാധാരണഗതിയിൽ പരിഗണിക്കുന്നതല്ല. എന്നാൽ ട്രാൻസ്ഫർ ട്രെയിനിങ് മൂലം പരീക്ഷാ കേന്ദ്രം മാറ്റിക്കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ അഡ്മിഷൻ ടിക്കറ്റ് കിട്ടിയതിനു ശേഷം ബന്ധപ്പെട്ട ഉത്തരവ് സഹിതം പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വകുപ്പ് തല പരീക്ഷ പോകാൻ ജോയിന്റ് സെക്രട്ടറിക്ക് അപേക്ഷ കൊടുക്കും. മെയിൽ അയച്ചാൽ മതിയാവും. ജോയിന്റ് സെക്രട്ടറി മെയിൽ ഞാൻ തരാം. അതായത് നമ്മൾ അപേക്ഷയൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് റീജിയൺ ഒക്കെ മാറിക്കഴിഞ്ഞാൽ വകുപ്പ് തല ജോയിന്റ് സെക്രട്ടറിക്ക് അപേക്ഷിക്കാം. നേരിട്ട് മെയിലും അയക്കണം, പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നേരിട്ട് അയക്കാം. എക്സൈസ് ടെസ്റ്റ് ജോയിന്റ് സെക്രട്ടറി വകുപ്പ് തല പരീക്ഷ വിഭാഗം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പട്ടം തിരുവനന്തപുരം. ഓക്കെ, യെസ്. അടുത്ത താഴെ പറയുന്ന അപേക്ഷകൾ നിരസിക്കും. മതിയായ അപേക്ഷാ ഫീസ് ഇല്ലാത്ത അപേക്ഷകൾ. പരീക്ഷാ ഫീസ് അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നതിനുള്ള അർഹതയില്ലാത്ത സൗജന്യം അവസരം ലഭിക്കുന്നതിന് ഒരു സർട്ടിഫിക്കറ്റിന് ആവശ്യമായ പേപ്പറുകൾക്ക് മുഴുവനായ ഭാഗ്യമായ സൗജന്യ അവസരം ഒരു തവണ രേഖപ്പെടുത്തുകയും പിന്നീട് അപേക്ഷിക്കുകയും ചെയ്താൽ നിർദ്ദേശപ്രകാരമല്ല ഫോട്ടോയോട് കൂടിയത്. ഫോട്ടോയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫോട്ടോ പുതിയത് അപ്ലോഡ് ചെയ്തോളൂ കേട്ടോ. ഇപ്പോൾ ഒരു 4-5 വർഷം മുമ്പൊക്കെ അപ്ലോഡ് ചെയ്തതാണ്, അല്പം ഫെയ്ഡ് ആണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റുന്നത് നല്ലതാണ്. ഏത് സമയം വേണമെങ്കിലും ഫോട്ടോ മാറ്റാം. അഡ്മിഷൻ ടിക്കറ്റിലെ സാക്ഷ്യപ്പെടുത്തുകൾ അതൊക്കെ നിരസിക്കുന്നതിനുള്ള കാരണങ്ങളാണ്. ഓക്കെ, അപേക്ഷകൾ വിജയമായി സമർപ്പിച്ചു എന്നതുകൊണ്ട് അപേക്ഷകൾ അന്തിമമായി സ്വീകരിക്കപ്പെട്ടു എന്ന് ധരിക്കേണ്ടതില്ല. അപേക്ഷകളുടെ സൂക്ഷ്മ പരിശോധന നടത്തിയ ശേഷം മാത്രമേ സ്വീകാര്യത സംബന്ധിച്ച് അറിയാൻ സാധിക്കൂ. അപ്പൊ ഇടയ്ക്ക് റിജക്ഷൻ വന്നുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാൻ പറ്റും. ഓക്കെ,
അഡ്മിഷൻ ടിക്കറ്റ് സമയത്ത് മേലധികാരി, അത് അഡ്മിഷൻ ടിക്കറ്റ് വരുമ്പോൾ നമുക്ക് അതിന് വിശദീകരിക്കാം, അതിന്റെ ആവശ്യമുള്ളൂ. യെസ്, ഇനിയാണ് പരീക്ഷയ്ക്ക് പേപ്പർ അപ്ലൈ ചെയ്യുന്നത്. ഇതാണ് നെയിം ഓഫ് ടെസ്റ്റ് എന്നും പറഞ്ഞ് നമുക്ക് ചൂസ് ചെയ്യാവുന്നത്. ആദ്യം നമ്മൾ സോൺ ചൂസ് ചെയ്യുന്നു. 1 day ഡിസിഷൻ കഴിഞ്ഞു. പിന്നെ നമ്മുടെ പ്രൊഫൈലിൽ പ്രവേശിക്കുന്നു. അപ്പൊ അപ്ലൈ ഫോർ നോട്ടിഫിക്കേഷൻ, നമുക്ക് എഴുതാവുന്ന പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ അവിടെ കാണും. അപ്ലൈ ഫോർ ടെസ്റ്റ് എന്നതിനകത്ത് കാണും. അപ്ലൈ നൗ എന്ന് കാണും. അത് ക്ലിക്ക് ചെയ്തിട്ട് സോൺ ചൂസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ജില്ല നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ച് ചൂസ് ചെയ്യുന്നു. ഞാൻ ഇതിന്റെ ഒരു വീഡിയോ അയച്ചു തരാം കേട്ടോ, യൂട്യൂബിൽ. അതിൽ സൈറ്റ് ചെയ്യുന്നതായിട്ടുള്ള, അതുകൂടെ ഒന്ന് ജസ്റ്റ് കണ്ടേക്കുക. അത് കഴിഞ്ഞ് നെയിം ഓഫ് ടെസ്റ്റ് ചൂസ് ചെയ്യാം. കണ്ടോ, ഓരോ ഇങ്ങനെ താഴേക്ക് വരും. ഇപ്പൊ സെക്രട്ടേറിയറ്റ് ഓഫീസ് മാനുവൽ, ഡിസ്ട്രിക്ട് ഓഫീസ് മാനുവൽ, മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ, MOP. MOP എഴുതുന്നവർ ഈ പേപ്പർ സെലക്ട് ചെയ്യുന്നത്. മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ ടെസ്റ്റ് 1 പേപ്പർ. മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ ഫോർ യൂസ് ഇൻ ഓഫീസസ് അതർ ദാൻ സെക്രട്ടേറിയറ്റ്, അതാണ് ഈ MOP. പിന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഡിസ്ട്രിക്ട് ഓഫീസ് മാനുവൽ. അപ്പൊ ഇത് ചൂസ് ചെയ്താൽ മതിയാവും. ഫ്രീ ചാൻസ് ആണെങ്കിൽ അവൈലിംഗ് ഫ്രീ എന്ന് ക്ലിക്ക് ചെയ്യണം. അല്ലെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിരുന്നാൽ മതി, ചെയ്യാതിരുന്നാൽ മതി. നോട്ട് അവൈലിംഗ്, നോട്ട് അവൈലിംഗ് ഉണ്ട് അവിടെ. യെസ്. അടുത്ത അക്കൗണ്ടൻസി ലോവർ, 4 പേപ്പറാണ്. നെയിം ഓഫ് ടെസ്റ്റ് ചൂസ് ചെയ്തിട്ട് അക്കൗണ്ടൻസി ലോവർ ഇങ്ങനെ നമുക്ക് സ്ക്രോൾ ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ ഓരോന്നും സെലക്ട് ചെയ്യാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഓൾ പേപ്പർ എന്നും കൊടുക്കാം. അപ്പൊ അവൈലിംഗ് ഫ്രീ ചാൻസ് എന്നുള്ളടുത്ത് ഒരു കോളം കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങ് പ്രൊസീഡ് ചെയ്താൽ മതി. ഇനി ഫ്രീ ചാൻസ് അവൈൽ ചെയ്യുന്നില്ലെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ. അപ്പൊ അക്കൗണ്ടൻസി ലോവറിന്റെ 4 പേപ്പർ ഏതൊക്കെയാണെന്ന് അറിയാം. ഞാൻ ഇതിന്റെ ഈ 4 പേപ്പറിന്റെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടേക്കാം കേട്ടോ. ലോവറിന്റെ 4 പേപ്പർ. അക്കൗണ്ടൻസി ലോവർ ഫോർ ദ മിനിസ്റ്റീരിയൽ ആൻഡ് എക്സിക്യൂട്ടീവ് സ്റ്റാഫ് ഓഫ് KSCB ഉണ്ടോ. ജനറൽ കാറ്റഗറി എഴുതുന്നവര് ഈ ലോവർ 4 പേപ്പറേ എഴുതാവൂ. KSR, കേരള ഫൈനാൻഷ്യൽ കോഡ് വോളിയം 1 and 2, കേരള ബഡ്ജറ്റ് മാനുവൽ, കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ്. ഓരോന്നും ഓരോ പേപ്പറാണല്ലോ. ഓൾ സെലക്ഷൻ കൊടുത്താൽ മതി. താഴെ അക്കൗണ്ട്സിൽ ഓർ വേറെ കിടപ്പുണ്ട്. അത് KSCB ആണ്. കേരള സർവീസ് റൂൾസ്, കേരള ഫൈനാൻഷ്യൽ കോഡ് വോളിയം 1 and 2, ബഡ്ജറ്റ് മാനുവൽ, എലിമെന്റ്സ് ഓഫ് കൊമേഴ്സ്യൽ അക്കൗണ്ട്സ് ആൻഡ് ബുക്ക് കീപ്പിംഗ്, KSCB-ക്കാരാണ്. അപ്പൊ ഏതൊക്കെ ഇതേ നമ്പറിൽ തന്നെ ആയിരിക്കും ആ നെയിം ഓഫ് ടെസ്റ്റും വരുന്നത് കേട്ടോ. പ്രൊഫൈലിൽ 9, 10 ആയിട്ട് വരും. ചെറിയപ്പോ ഒന്നിൻ്റെയൊക്കെ മാറ്റം വരും. പേപ്പറിന്റെ പേര് വായിച്ചു. ഇനി അക്കൗണ്ട് ടെസ്റ്റ് ഫോർ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ചൂസ് ചെയ്യുമ്പോൾ സ്ക്രോൾ ചെയ്ത് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ മുകളിൽ അക്കൗണ്ട് ടെസ്റ്റ് ഫോർ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഒന്നാമത്തെ പേപ്പർ കേരള ഫൈനാൻഷ്യൽ കോഡ് വോളിയം 1 and 2. 2 പേപ്പറാണ്, 2 കൂടെ ചൂസ് ചെയ്യാം. ഓരോന്ന് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പൊ അക്കൗണ്ട് ടെസ്റ്റ് ഫോർ എക്സിക്യൂട്ടീവ് ഓഫീസിന്റെ 2 പേപ്പർ ഏതൊക്കെയാണ്? ഒന്ന് കേരള ഫൈനാൻഷ്യൽ കോഡ് വോളിയം 1 and 2, പിന്നെ കേരള പേപ്പർ, രണ്ടാമത്തെ പേപ്പർ കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 ആൻഡ് കേരള ബഡ്ജറ്റ് മാനുവൽ. സോറി, ഇതെല്ലാം ഒറ്റ പേപ്പറാണ്. പേപ്പർ 1 ഞാൻ ആദ്യം വായിച്ചത്. പേപ്പർ 1 തന്നെ സോറി, പേപ്പർ 1 ആദ്യം കൊടുത്തിരിക്കുന്നത്. കേരള ഫൈനാൻഷ്യൽ കോഡ് വോളിയം 1 and 2, കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 ആൻഡ് കേരള ബഡ്ജറ്റ് മാനുവൽ. എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സിന്റെ ഒന്നാമത്തെ പേപ്പർ KFC വോളിയം 1 and 2. നമ്മൾ ഓരോ പുസ്തകങ്ങളൊന്നും സെലക്ട് ചെയ്യണ്ടല്ലോ, പേപ്പർ സെലക്ട് ചെയ്താൽ മതി. രണ്ടാമത്തെ പേപ്പർ KSR ആണ്. ഫ്രീ ചാൻസ് കിട്ടുന്നെങ്കിൽ ക്ലിക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. അവസാനം 320 പ്ലസ് 210 അടയ്ക്കാൻ പറയും. ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ 320 അവിടെ അടയ്ക്കാൻ പറയും. ഓൾറെഡി സർട്ടിഫിക്കറ്റ് ഫീ അടച്ചിട്ടുണ്ട്. അക്കൗണ്ടൻസി ഹയർ ചൂസ് ചെയ്യുമ്പോൾ പാർട്ട് 1 ചിലപ്പോഴിവിടെ പേപ്പർ 2 എന്നായിരിക്കും കിടക്കുന്നത്. പാർട്ട് 1 പേപ്പർ 2 ആണത്. അക്കൗണ്ടൻസി ഹയർ 4 പേപ്പറിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതാണ് സെലക്ട് ചെയ്യുന്നത്. പാർട്ട് 1 പേപ്പർ 2 എന്നായിരിക്കും പ്രൊഫൈലിൽ കാണാൻ സാധ്യത, ഇതിനകത്ത് ഇങ്ങനെ കൊടുത്തിരിക്കുന്നെങ്കിലും. കാര്യം പാർട്ട് 1 പേപ്പർ 2 ആണ് ഫൈനാൻഷ്യൽ കോഡ്. ഹയറിന്റെ ഒന്നാമത്തെ പേപ്പർ ഇതാണ്. പിന്നെ പാർട്ട് 2 1, 2, 3 പേപ്പർ ഇൻട്രൊഡക്ഷൻ, ട്രഷറി കോഡ്, കേരള സർവീസ് റൂൾസ്. അപ്പോൾ അക്കൗണ്ടൻസി ഹയർ സെലക്ട് ചെയ്യുമ്പോൾ ഈ 4 പേപ്പർ സെലക്ട് ചെയ്യാവുള്ളൂ. കാരണം താഴെ 5 പേപ്പറിന്റെ ഒരെണ്ണം കിടപ്പുണ്ട്, അത് PWD-ക്കാർക്കുള്ളതാണ്. അതിന് പാർട്ട് 1 ഒന്നാമത്തെ പേപ്പർ PWD അക്കൗണ്ട് കോഡും കേരള അക്കൗണ്ട് കോഡും ഉണ്ട്. ബാക്കി പേപ്പർ എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ 2 ഓപ്ഷൻ കാണാം, 2 ആയിട്ട് തന്നെ ഉണ്ടാവും. ലോവർ 4 പേപ്പറിന്റെ ഒരു സെറ്റ് ഉണ്ട്, 5 പേപ്പറിന്റെ സെറ്റ് ഉണ്ട്.
അല്ലാതെ 5-ൽ നിന്നും നമ്മൾ 4 ചൂസ് ചെയ്യണ്ട കേട്ടോ. 4 പേപ്പറിൽ ചൂസ് ചെയ്യാവും. എടുത്തിട്ട് 5 എടുത്തിട്ട് പാർട്ട് 1-ലെ രണ്ടാമത്തെ പേപ്പറും അങ്ങനെ ചൂസ് ചെയ്യാം. കാര്യം PSCയുടെ പ്രൊഫൈൽ നമ്മുടെ ഓപ്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ വരുന്നുണ്ട്. നെയിം ഓഫ് ടെസ്റ്റ് ചൂസ് ചെയ്യുമ്പോൾ ഈ 4 പേപ്പറിന്റെ ഓപ്ഷനും ഉണ്ട്, 5 പേപ്പറിന്റെ ഓപ്ഷനും ഉണ്ട്. ഈ 5 പേപ്പർ അക്കൗണ്ടൻസി ഹയർ സെലക്ട് ചെയ്യുന്നത് PWD-ക്കാർക്കാണ്. പിന്നെ അതാത് ഡിപ്പാർട്ട്മെന്റിന്റെ പേപ്പേഴ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ എഴുതുക. ഇപ്പൊ PWD അക്കൗണ്ടൻസി ഹയർ 4 പേപ്പേഴ്സ് വീണ്ടും വന്നിരിക്കുന്നു. അത് KSEB-ക്കാർക്ക് ഉണ്ട് 4 പേപ്പേഴ്സ്. ഹയർ 4 പേപ്പർ KSEB. അപ്പൊ അവിടെ KSEB എഴുതും. അല്ലാത്തവർക്കൊന്നും KSEB ഒന്നും എഴുതത്തില്ല. ഈ 5 പേപ്പർ PWD-ക്കാർക്ക് ഹയർ. അതായത് അക്കൗണ്ടൻസിൽ ഹയർ 4 പേപ്പറാണ് കോമൺ കാറ്റഗറി. അക്കൗണ്ടൻസി ഹയർ 4 പേപ്പേഴ്സ് കോമൺ കാറ്റഗറിയാണ്. അക്കൗണ്ടൻസി ഹയർ നമുക്ക് ലാസ്റ്റ് കുറച്ചുകൂടി ഡൗട്ട് ക്ലിയറൻസ് സെഷൻ വെക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആളുകൾ വെയിറ്റ് ചെയ്യണ്ടല്ലോ, അതുകൊണ്ടാണ് ലാസ്റ്റ് പോർഷനിലേക്ക് മാറ്റുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം പിന്നീട് കേട്ടോ. ഓക്കെ, സമയം അനുവദിക്കാം. അപ്പോൾ ലോവർ എത്ര പേപ്പർ അപ്ലൈ ചെയ്യണം? 4 പേപ്പർ. കണ്ടോ, കോമൺ കാറ്റഗറിയാണ് ഈ 4 പേപ്പർ. ഇവിടെ 7 വന്നെങ്കിലും ചിലപ്പോൾ അതിൽ 8-ാമത്തെയോ 9-ാമത്തെയൊക്കെ വരും. അങ്ങനെ ചെറിയ ചെറിയ മാറ്റം വന്നു. ചിലപ്പോൾ 8 ആയിരിക്കും. ഓർത്തിരിക്കണം, അക്കൗണ്ടൻസി ലോവർ 4 പേപ്പർ. നമ്മൾ തന്നെ നേരിട്ട് നിന്ന് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യണം. അതായത് ആരെക്കൊണ്ടെങ്കിലും ജയിപ്പിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ സൂപ്പർവിഷനിൽ തന്നെ ചെയ്യണം. കാര്യം സിലക്ട് ചെയ്യുന്ന ഈ 4 പേപ്പർ കറക്റ്റ് ആണോ എന്ന് നോക്കണ്ടേ. നമ്മൾ ഒരാളെ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് പലർക്കും അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്ലൈ ചെയ്യാൻ കൊടുക്കുന്ന ആൾ ചിലപ്പോൾ എക്സിക്യൂട്ടീവ് ടെസ്റ്റ് KSEB ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഈ ലോവർ കാറ്റഗറി എന്ന് പറയുമ്പോൾ 4 പേപ്പർ, അക്കൗണ്ടൻസി ലോവർ 4 പേപ്പർ. ഞാൻ ഇതിന്റെ ഒരു കോപ്പി എടുത്തിട്ടേ. അതുപോലെ തന്നെ അക്കൗണ്ടൻസി ഹയർ ഇത് KSEB-ക്കാർക്കാണ്. അക്കൗണ്ടൻസി ഫോർ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സിന് ഒരു സെലക്ഷനേ ഉള്ളൂ. അക്കൗണ്ടൻസി ഹയർ സെലക്ട് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കണം. ഹയറിന് ഓൾ പേപ്പേഴ്സ് സെലക്ട് ചെയ്യാം. ഈ 4 പേപ്പർ ആയിരിക്കണം സെലക്ട് ചെയ്യുന്നത്. പാർട്ട് 1-ലെ പേപ്പർ 2 എന്നാണ് ഹോൾ ടിക്കറ്റിലൊക്കെ വരുന്നത്. പ്രൊഫൈലും അങ്ങനെ വരാനാണ് സാധ്യത. അപ്പൊ ഹയർ അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ പേപ്പറിനും 160 രൂപ വെച്ചിട്ട് 4 പേപ്പറിന് 650 രൂപ അടച്ചിരിക്കണം. ട്രഷറിക്കാർക്കും മറ്റ് എന്താണ് ട്രഷറിക്കാർക്കും ലോക്കൽ ഫണ്ടിനും ഒക്കെ ഉള്ളു ഹയറിന് ഫ്രീ ചാൻസ്. ഹയറിന് ഓൾറെഡി സർട്ടിഫിക്കറ്റ് ഫീ അടച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കാണിക്കില്ല. അല്ലെങ്കിൽ നമ്മൾ ഹയർ അപ്ലൈ ചെയ്യുമ്പോൾ 600 ഫ്രീ ചാൻസ് അവൈൽ ചെയ്യുന്നില്ലല്ലോ. അപ്പൊ 650 രൂപയും കാണിക്കും, 210 രൂപ. MOPക്ക് ഒരു ഫസ്റ്റ് ചാൻസ് ഫ്രീ ചാൻസ് ഉള്ളവർക്ക് ഫീസ് അടയ്ക്കണ്ട. MOP അവരോട് ഡൗട്ട് ചോദിച്ചു. MOPക്ക് ഫസ്റ്റ് ചാൻസിന് 160 രൂപ ഫ്രീ ചാൻസ് കിട്ടും. പക്ഷേ സർട്ടിഫിക്കറ്റ് ഫീ 210 അടയ്ക്കണം. MOP സെലക്ട് ചെയ്യാലോ. ആദ്യം തന്നെ MOP ഞാൻ വായിച്ചല്ലോ. ഈ 5 പേപ്പർ എന്ന് പറഞ്ഞാൽ PWD ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് നമ്മൾ എഴുതരുത്, PWD-ക്കാർ എഴുതിയാൽ മതി. അടുത്ത ഹയറിന്റെ 4 പേപ്പർ കൊടുത്തിരിക്കുന്ന ആർക്ക് വേണ്ടിയുള്ളതാ? അത് KSEB-ക്കാർക്കാണ്. പിന്നെ PWD ടെസ്റ്റ് ഉണ്ട്, PWD A കോഡ് D കോഡ്. അത് PWD അപ്ലൈ ചെയ്യണം. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ഫോർ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് ഓഫ് KSEB-യുടെ മിനിസ്റ്റീരിയൽ സ്റ്റാഫിന് 5 പേപ്പേഴ്സ് അത് സെലക്ട് ചെയ്യണം. ഇത് ലാസ്റ്റ് ഒന്ന് അഥവാ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ഇതൊന്ന് നോക്കിക്കോണം. ലാസ്റ്റ് പോർഷൻ KSEB ഇതെല്ലാം. ഇനി ടീച്ചേഴ്സിന് ഇനിയിപ്പം കേരള ജയിൽ ടെസ്റ്റ്, മുനിസിപ്പൽ ടെസ്റ്റ് ഉണ്ട് താഴെ കേട്ടോ. മുനിസിപ്പൽ ഡിപ്പാർട്ട്മെന്റ് കേരള മുനിസിപ്പൽ ടെസ്റ്റ് ആണ്. മുനിസിപ്പൽ ടെസ്റ്റ് വേറെയാണ്, അവർക്ക് ലോവർ ഹയറും അല്ല. മുനിസിപ്പാലിറ്റിക്കാർ വല്ലതും കൊണ്ട് ശ്രദ്ധിച്ചോണം. മുനിസിപ്പൽ ടെസ്റ്റ് എന്ന് പറയും 3 പേപ്പർ. KSR, ഫൈനാൻഷ്യൽ കോഡ്, ബഡ്ജറ്റ് മാനുവൽ, കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 and 2. പിന്നെ ആക്ട് ആൻഡ് റൂൾസ് എന്ന് പറഞ്ഞ് മുനിസിപ്പൽ ആക്ട് ആൻഡ് റൂൾസ്, കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്ട്, കേരള ലോക്കൽ അതോറിറ്റീസ് ആക്ട്, ഒത്തിരി ആക്ടും ഒക്കെ ഉണ്ട് അവർ മുനിസിപ്പാലിറ്റിക്കാർ. മുനിസിപ്പൽ ടെസ്റ്റ് വീണ്ടും കൊടുത്തിരിക്കും. ലോക്കൽ ഫണ്ട് അതൊന്നും വേണ്ട. പിന്നെ KER ഒത്തിരി ലാസ്റ്റ് ആണ്. ഇതൊക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ആണ്. ഇതൊന്നും എഴുതുന്നവരൊക്കെ അപൂർവമായിരിക്കും. പോലീസ് MOP എന്നും പറഞ്ഞ MOP ഉണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്. അത് വേറെ MOP ആണ്. കേരള ടെസ്റ്റ് ഓൺ മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ പോലീസ് എന്ന് എഴുതി. ആദ്യം പറഞ്ഞിരിക്കുന്ന MOP പോലീസ് അല്ല, അതർ ദാൻ സെക്രട്ടേറിയറ്റ് ആണ്. അത് ആദ്യത്തെ 1-2 എണ്ണത്തിനകത്ത് ഇത് ലാസ്റ്റ് ആയിരിക്കും കൊടുക്കുന്നത്. പിന്നെ ടീച്ചേഴ്സിന് KER, കേരള എഡ്യൂക്കേഷൻ ആക്ട് ആൻഡ് റൂൾസ് കുറച്ച് താഴെയാണ്. കേരള അഗ്രികൾച്ചർ ടാക്സ്, എല്ലാ ടെസ്റ്റ്, പഞ്ചായത്ത് ടെസ്റ്റ് ഉണ്ട്. ഇതെല്ലാം പഞ്ചായത്ത് ടെസ്റ്റാണ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ടെസ്റ്റ്, രജിസ്ട്രേഷൻ ടെസ്റ്റ്, ഒരു 10, 75, 80 ടെസ്റ്റുകളുണ്ട്. കേരള എഡ്യൂക്കേഷൻ ആക്ട് ആൻഡ് റൂൾസ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പലരും ഇത് കാണുന്നില്ല എന്നോട് പറയാറുണ്ട്. ടെസ്റ്റ് ഇൻ കേരള എഡ്യൂക്കേഷൻ ആക്ട് എന്നാണ് അതിന്റെ പേര്. അങ്ങനെ അവർ കൊടുത്തിരിക്കുന്നത്. ഏതാണ്ട് 37 ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചിലപ്പോൾ അതിൽ 38, 39 വരാം. സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മതി. കേരള ടെസ്റ്റ് ഇൻ കേരള എഡ്യൂക്കേഷൻ ആക്ട് ആൻഡ് റൂൾസ്, KE ആക്ട് ആൻഡ് റൂൾസ്, കേരള എഡ്യൂക്കേഷൻ ആക്ട് ആൻഡ് റൂൾസ്. ടീച്ചേഴ്സിന് ഇതിന്
ഫസ്റ്റ് ചാൻസ് പ്രൈമറി സ്കൂൾ ഹൈസ്കൂൾ ടീച്ചേഴ്സ് ഒക്കെ ഫ്രീ ആണ്. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സിന് എഴുതാം, ആർക്ക് വേണമെങ്കിലും എഴുതാം, പരീക്ഷാ ഫീസ് അവർ അടയ്ക്കേണ്ടി. ഫസ്റ്റ് ചാൻസ് ആണ് ഫ്രീ, സെക്കൻഡ് ചാൻസ് ആണെങ്കിൽ പരീക്ഷാ ഫീസ് 160 രൂപ അടയ്ക്കണം. സർട്ടിഫിക്കറ്റ് ഫീ ഒരിക്കലും അടച്ചാൽ അടയ്ക്കേണ്ട. ഫസ്റ്റ് ചാൻസ് എഴുതുന്നവരും സർട്ടിഫിക്കറ്റ് ഫീ 210 രൂപ KR അടച്ചിരിക്കണം. അപ്പൊ മൊത്തം എത്ര അടയ്ക്കണമെന്ന് ഡിഫോൾട്ടായി കാണിക്കും. യെസ്, ഇതൊക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ആണ്, കോമൺ കാറ്റഗറി അല്ല. അത് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ആവശ്യമുള്ളവർ മാത്രം വായിച്ചാൽ മതിയാവും. റവന്യൂ ടെസ്റ്റ് ഉണ്ട്. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് 4 പേപ്പർ, ഒത്തിരി റൂളും ചട്ടവും ഒക്കെ ഉണ്ട്. റവന്യൂ ടെസ്റ്റ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഭൂനിയമവും ഒത്തിരി കാര്യങ്ങളില്ലേ. റവന്യൂ ടെസ്റ്റ് 2, റവന്യൂ ടെസ്റ്റ് എഴുതുന്നവർ ശ്രദ്ധിച്ചോണം. സിലബസ് റവന്യൂ ടെസ്റ്റ് 4, റവന്യൂ ടെസ്റ്റ് 4 പേപ്പർ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ റവന്യൂ, ഇതൊക്കെ വേറെ ആക്ട് ഒക്കെ വായിച്ചാൽ മതിയാവും. അപ്പൊ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിച്ചോളൂ. അപ്പൊ ഇതുവരെ സംശയമൊന്നും ഇല്ലാത്തവർക്ക് വേണേൽ ക്ലാസ് വിട്ടുപോകാം. ഡൗട്ട്സ് ഉള്ളവർ സ്റ്റേ ചെയ്തിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ക്ലിയർ ഡൗട്ട് നൗ, ഇനഫ് ടൈം. ഏത് സംശയം വേണമെങ്കിലും ചോദിച്ചു. യെസ് സർ, ഡൗട്ട്സ് ഒന്നും ഇല്ലാത്തവർ പൊയ്ക്കോളൂ, അല്ലാത്തവർ സ്റ്റേ ചെയ്തോളൂ. യെസ് സർ. സാറേ, ഈ വിത്ത് ബുക്ക് വിത്തൗട്ട് ബുക്കിന്റെ ഒന്ന് പറയാമോ? വിത്ത് ബുക്ക് വിത്തൗട്ട് ബുക്കിന് ഞാൻ സാറിന് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കും. സാർ ആദ്യത്തെ ക്ലാസ് കേട്ടിട്ടുണ്ടായിരുന്നോ? നമ്മുടെ ഫസ്റ്റ് ഡെമോ ഇല്ലേ, അതിൽ പറഞ്ഞിട്ടുണ്ട്. യെസ്, ഇല്ലെങ്കിൽ ഞാനൊന്ന് PDF വീണ്ടും അയച്ചു തരാം കേട്ടോ. അതായത് സർ വിത്തൗട്ട് ബുക്ക് KER വിത്തൗട്ട് ബുക്കാണ്, MOP വിത്തൗട്ട് ബുക്കാണ്. പിന്നെ അക്കൗണ്ടൻസിന്റെ ലോവറിന്റെ ഹയറിന്റെ ആകെപ്പാട് ഒരു പുസ്തകം മാത്രമേ ഉള്ളൂ ഉപയോഗിക്കാൻ പറ്റാത്ത, ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ്. ബാക്കിയെല്ലാം വിത്ത് ബുക്കാ. അക്കൗണ്ട് കോഡൊക്കെ അതെല്ലാം വിത്ത് ബുക്കാ അല്ലേ? എല്ലാം വിത്ത് ബുക്കാണ് സാർ. അക്കൗണ്ടൻസി ലോവറില് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഇൻട്രൊഡക്ഷന്റെ കൂടെ കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 ഉപയോഗിക്കാം, അത് വിത്ത് ബുക്കാണ്. പക്ഷേ അക്കൗണ്ടൻസി ലോവറും ഹയറിലും പുസ്തകം ഉപയോഗിക്കാൻ പറ്റാത്ത ഒറ്റ പുസ്തകമേ ഉള്ളൂ, അത് ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ആണ്. ആ ലോവറിന്റെ 8 പേപ്പറിലും ഈ ഒരു പുസ്തകം മാത്രമേ ഉള്ളൂ ഉപയോഗിക്കാൻ പറ്റാത്ത, ബാക്കി എല്ലാത്തിനും പുസ്തകം ഉപയോഗിക്കാം. KER സാർ ഞാൻ ആ ഫസ്റ്റ് ഡെമോയിൽ തന്നെ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. KER വിത്തൗട്ട് ബുക്കാ, MOP വിത്തൗട്ട് ബുക്കാ. എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സിന് എല്ലാം വിത്ത് ബുക്കാ. സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുന്നതിന് നമ്മുടെ പ്രൊഫൈലിൽ അപ്ലൈ ഫോർ സർട്ടിഫിക്കറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ അപ്ലൈ ചെയ്യുമ്പോൾ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിന്റെ എലിജിബിലിറ്റി കാണിക്കും. അതങ്ങ് പ്രൊസീഡ് ചെയ്താൽ മതി. അത് ഓൺലൈൻ അപ്ലൈ ചെയ്താൽ സാറിന് ഡിജി ലോക്കറിൽ അത് വരും, സാറിന്റെ പ്രൊഫൈൽ സർട്ടിഫിക്കറ്റ് വരും. അതുകൂടാതെ PSC നേരിട്ട് അയച്ചു തരികയും ചെയ്യും. അർജന്റ് ആണെങ്കിൽ അത് ചില ദിവസങ്ങൾ പറയുന്നുണ്ട്, ഏതൊക്കെ ദിവസമാണെന്ന് ഞാൻ നോക്കിയിട്ട് പറയാം. നേരിട്ട് നമ്മൾ ഓഫീസ് മേധാവിയുടെ ഒരു കത്തുമായിട്ട് ഓൺലൈൻ അപ്ലൈ ചെയ്തതിന്റെ പ്രിന്റ് ഔട്ടും ഓഫീസ് ID സഹിതം നേരിട്ട് PSC ഓഫീസിൽ പോയാൽ ഓഗസ്റ്റ് 22 വരെ നമുക്ക് നേരിട്ട് കയ്യിൽ തരും. അത് ദിവസങ്ങൾ പറയുന്നുണ്ട്, ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു. PSCയുടെ സൈറ്റിലുണ്ട് സർ, PSCയുടെ സൈറ്റിൽ കയറിയാൽ കിട്ടും. യെസ് മാഡം. ഞാൻ ഹൈസ്കൂൾ ടീച്ചറാണ്. അപ്പൊ ഞാൻ ഏത് എക്സാം എഴുതണ്ടേ? ഞാൻ ഇത് തുടക്കത്തിൽ കേട്ടില്ല, അതുകൊണ്ടാണ്. മാഡം, ഞാൻ ആദ്യത്തെ ഒരു ഡെമോ വീഡിയോ അയച്ചു തരാം. മാഡം എനിക്കൊരു ഹായ് മെസ്സേജ് അയക്കണം. അതായത് അക്കൗണ്ടൻസി ലോവർ 4 പേപ്പർ എഴുതണം കേട്ടോ. ഹയർ 4 പേപ്പർ എഴുതണം. രണ്ടും എഴുതണം അല്ലേ? യെസ്, KER എഴുതണം. ഇതുവരെ എഴുതിയിട്ടില്ലേ? ഞാൻ കഴിഞ്ഞ തവണ കൊടുത്തു, പക്ഷെ എനിക്ക് എല്ലാം എഴുതാൻ പറ്റിയില്ല. അപ്പൊ ഇനി ഫീസ് അടയ്ക്കണം എല്ലാത്തിനും കേട്ടോ. ഫീസ് അടയ്ക്കാം. അപ്പൊ ഈ 8 പേപ്പറും എഴുതണം അല്ലേ? 8 പേപ്പർ എഴുതുന്നത് നല്ലതാണ്. ഓക്കെ സർ. ഓക്കെ സർ. ഓക്കെ മാഡം. സർ, പ്രൈമറി ടീച്ചേഴ്സിന് KER നിർബന്ധമാണോ? യെസ്, കമ്പൽസറി. ഓക്കെ സാറേ, ഈ ഫസ്റ്റ് ചാൻസില് ഹയറിനും ലോവറിനും ഫീസ് അടക്കണ്ട? അല്ല, ഹയറിന് ആർക്കും ഫ്രീ ചാൻസ് ഇല്ല. ട്രഷറിക്കാർക്കും ലോക്കൽ ഫണ്ട് ഓഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന് മാത്രമേ ഉള്ളൂ ഹയറിന് ഫ്രീ ചാൻസ്. സാർ ഏത് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നു? എഡ്യൂക്കേഷൻ ടീച്ചറാ. ഫ്രീ കിട്ടത്തില്ല. അപ്പൊ ലോവറിന് മാത്രമേ ഫ്രീ കിട്ടൂ. ഹയറിന് ട്രഷറി ജീവനക്കാർക്കും ലോക്കൽ ഫണ്ട് ഓഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിനെ ഫ്രീ ഉള്ളൂ. സാർ 640 രൂപ പരീക്ഷ ഫീസ് അടയ്ക്കണം. KER ഫസ്റ്റ് ചാൻസ് ഫ്രീ ആണ്, പരീക്ഷ ഫീസ് അടയ്ക്കണ്ട. സർട്ടിഫിക്കറ്റ് ഫീ 210 രൂപ.
ഓക്കെ സാർ, ഓക്കെ. KER പ്രത്യേക സർട്ടിഫിക്കറ്റ്. ഹയറിന് 640 രൂപ പരീക്ഷാ ഫീസും 240 സർട്ടിഫിക്കറ്റും അടച്ചിട്ടില്ലെങ്കിൽ ഫസ്റ്റ് ചാൻസിൽ 210 സർട്ടിഫിക്കറ്റ് ഫീ അടയ്ക്കണം. പരീക്ഷാ ഫീസ് എപ്പോഴടച്ചാലും പരീക്ഷാ ഫീസ് എപ്പോൾ എഴുതിയാലും പരീക്ഷാ ഫീസ് അടയ്ക്കും. സർട്ടിഫിക്കറ്റ് ഫീ ഒരിക്കലും അടച്ചാൽ മതി. യെസ് സാർ, ഞാൻ അക്കൗണ്ട് ടെസ്റ്റ് ലോവർ KSR ആണ് എഴുതുന്നത്. അപ്പൊ അതിന്റെ ഫീസ് എന്തായാലും ഫ്രീ ചാൻസ് ആണെങ്കിലും അടയ്ക്കണം എന്നല്ലേ സാർ പറഞ്ഞത്? ഫ്രീ ചാൻസ് നോക്കണ്ടെന്നല്ലേ പറഞ്ഞു? ഏത് ഡിപ്പാർട്ട്മെന്റ്? ടീച്ചർ, UP ടീച്ചർ. UP ടീച്ചറിന് ഫസ്റ്റ് ചാൻസ് ഫ്രീ കിട്ടുമല്ലോ. ആണോ? അല്ല, ഇടയ്ക്ക് ടീച്ചർ സാർ പറഞ്ഞോല് തോന്നി. ഇല്ലില്ല, അത് നേരത്തെ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരാളുടെ കേസ് പറഞ്ഞതാ. ആണല്ലേ? അപ്പം അത് UPSTക്ക് അക്കൗണ്ട് ടെസ്റ്റ് ലോവർ ഫസ്റ്റ് ചാൻസ് ഫ്രീ ആണ്. 640 രൂപ അടയ്ക്കണ്ട. ഐ ആം അവൈലിംഗ് ഫസ്റ്റ് ചാൻസ് എന്നും പറഞ്ഞ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഒരു ബോക്സ് ഉണ്ട്, അതിൽ ടിക്ക് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ നമ്മൾ ഹയറും ഒരു പേപ്പറിന് മാത്രം ഒരു പേപ്പർ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മാത്രം അടച്ചാൽ മതിയല്ലോ സാറേ? ഹയർ ആയാലും തീർച്ചയായിട്ടും ഓരോ പേപ്പറിനും അടയ്ക്കാം. ഓക്കെ, താങ്ക് യു സാർ. നമ്മളിപ്പോ ഹയറിന്റെ ഏതെങ്കിലും KSR എഴുതുന്നെങ്കിൽ അതിന് മാത്രം അടയ്ക്കാം. യെസ് മാഡം, പറഞ്ഞോളൂ. ഹലോ സാർ, ഞാൻ കെമിസ്റ്റ് ആണ്. ഹലോ, കേക്കാം. പറഞ്ഞു. അക്കൗണ്ട് ടെസ്റ്റ് ലോവർ മതിയല്ലോ, ഫ്രീ ആണല്ലോ. അപ്പൊ എനിക്ക് കെമിസ്റ്റ് ആണ്. ഏത് തസ്തികയില വർക്ക് ചെയ്യുന്നത്? അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് കെമിസ്റ്റ് അല്ലയോ? ഓക്കെ. ഈ കെമിസ്റ്റിന് ഏതെങ്കിലും ടെസ്റ്റ് ജയിക്കണമെന്ന് റൂളിൽ പറയുന്നുണ്ടോ? പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ ഒബ്ലിഗേറ്ററി ആണ് അക്കൗണ്ട് ടെസ്റ്റ് ലോവർ എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന് ഫ്രീ ചാൻസ് കിട്ടും, ഉറപ്പ് കേട്ടോ. ഓക്കെ. ഫസ്റ്റ് ചാൻസ് ഫീസ് അടയ്ക്കണ്ട, 640 അടയ്ക്കണ്ട. പക്ഷെ 200 അതിന് ഫ്രീ ചാൻസ് ക്ലിക്ക് ചെയ്യുക. പക്ഷെ സർട്ടിഫിക്കറ്റ് ഫീ 210 അവിടെ കാണിക്കും കേട്ടോ. അത് ഓപ്ഷനായി വരും. ഓക്കെ. നമ്മളെ ഈ എത്ര ദിവസത്തെ വ്യത്യാസമുണ്ട് സാറേ കേരള ഫിനാൻഷ്യൽ കോഡ് അതൊക്കെ? പരീക്ഷ തീയതികൾ തമ്മിലുള്ള വ്യത്യാസമാണോ? അതെ. എത്ര ദിവസത്തെ ചിലപ്പോൾ അടുപ്പിച്ച് വരാം, ചിലപ്പോൾ 2-3 ദിവസം വരാം, ചിലപ്പോൾ 5 ദിവസമൊക്കെ അകലം വരാം. ഓക്കെ, താങ്ക് യു. ചില പേപ്പറൊക്കെ തൊട്ടടുത്ത ദിവസം നിന്നിട്ട് അങ്ങനെ നടത്തിയിട്ടുണ്ട്, അടുത്തടുത്ത ദിവസങ്ങളിൽ വന്നിട്ടുണ്ട്. ചിലപ്പോൾ 3-4 ദിവസമൊക്കെ വന്നിട്ടുണ്ട്, ചിലപ്പോൾ ഒരാഴ്ച വന്നിട്ടുണ്ട്, 2 ആഴ്ച, 1 മാസം വരെ വന്നിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കോവിഡ് ഒക്കെ വന്നപ്പോൾ. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇടയ്ക്ക് 2-3 ദിവസം കിട്ടാറുണ്ട്. സാറേ, നമ്മള് ഒരൊറ്റ പേപ്പർ മാത്രം പ്രിപ്പയർ ചെയ്യാണ്. ഇപ്പം KSR മാത്രം പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ലോവറിലും ഹയറിലും എഴുതാമല്ലോ? തീർച്ചയായിട്ടും. ഓരോന്നിനും പരീക്ഷാ ഫീസ് 160 വെച്ച് അടയ്ക്കണം കേട്ടോ. ഒരു പേപ്പറിന് 160 രൂപ അല്ലെ? അപ്പൊ നമ്മള് ലോവറിലും KSRന് 160 അടയ്ക്കുക, ഹയറിലും അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഈ 2 എക്സാം വരുമ്പോ എഴുതാം. 320 രൂപ. സർട്ടിഫിക്കറ്റ് ഫീ രണ്ടിനും 210 വെച്ച് അടച്ചിരിക്കണം. ഓക്കെ. അപ്പൊ ഈ ഫ്രീ ചാൻസിൽ നമ്മൾ ഓൾറെഡി സർട്ടിഫിക്കറ്റ് ഫീ അടച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും സർട്ടിഫിക്കറ്റ് അടച്ചിട്ടുണ്ട് അവിടെ കാണിക്കില്ലല്ലോ, ഡിഫോൾട്ടായി കാണിക്കില്ല. ഡിഫോൾട്ടായി കാണിക്കില്ല അല്ലെ? ഓക്കെ. ഇല്ല, നമ്മൾ ഫ്രീ ചാൻസ് എടുക്കാതെ KSRന്റെ ലോവറിന് ഒരു പേപ്പറിന് അപ്ലൈ ചെയ്യുന്നു, അപ്പോൾ 160 രൂപ തീർച്ചയായിട്ടും അവിടെ വരും, ഫ്രീ ചാൻസ് ക്ലിക്ക് ചെയ്യാത്തതുകൊണ്ട്. പിന്നെ ഹയറിന്റെ KSRന് അപ്ലൈ ചെയ്യുന്നു, അപ്പോൾ ഒരു 160 വീണ്ടും വരും. അപ്പൊ ലാസ്റ്റ് 320 രൂപ പേജ് അതിനെ കാണിക്കത്തുള്ളൂ. നമ്മൾ ഓൾറെഡി സർട്ടിഫിക്കറ്റ് ഫീ അടച്ചിട്ടുണ്ടെങ്കിൽ, സർട്ടിഫിക്കറ്റ് ഓൾറെഡി അടച്ചിട്ടില്ലെങ്കിൽ 210 രൂപ അവിടെ കാണിക്കും, ഡിഫോൾട്ട് ആയിട്ട് കാണിക്കും കേട്ടോ. യെസ്. അക്കൗണ്ട് ടെസ്റ്റ് ലോവർ 4നും കൂടെ ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഒരു പേപ്പറിന് അപ്ലൈ ചെയ്താലും ഈ സർട്ടിഫിക്കറ്റ് ഫീ അടച്ചിരിക്കണം. അത് അഡ്വാൻസ് പേയ്മെന്റ് ആണ്. ആദ്യകാലത്തൊക്കെ നമ്മൾ ജയിച്ചിട്ട് പരീക്ഷ സർട്ടിഫിക്കറ്റ് ഫീ അടച്ചാൽ മതിയായിരുന്നു, ഇപ്പൊ മുന്നേ അങ്ങ് വാങ്ങിക്കുക. അങ്ങനെ ഓരോ പേപ്പറുകളും നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മതിയല്ലോ അല്ലേ? As you like, no problem. Yes, madam. ഹലോ സാറേ, 4 പേപ്പർ മാഡം ഒന്ന് പറഞ്ഞോളൂ മാഡം. സാറേ, ഹയർ സെക്കൻഡറി ടീച്ചറിന് KER നിർബന്ധമാണോ? ഇല്ല, വേണ്ട. എക്സിക്യൂട്ടീവ് ടെസ്റ്റ് മതി, അല്ലെങ്കിൽ ലോവർ 4 പേപ്പർ ഏതായാലും. ഒന്നിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ 2 പേപ്പർ, അല്ലെങ്കിൽ ലോവർ 4 പേപ്പർ, ഇതിലേതെങ്കിലും മതി കേട്ടോ. ഓക്കെ സാർ. എന്തായാലും ഏത് എഴുതിയാലും പരീക്ഷാ ഫീസും അടയ്ക്കണം, സർട്ടിഫിക്കറ്റ് ഫീ അടച്ചിരിക്കണം കേട്ടോ. നമുക്കിപ്പോ 2 പേപ്പർ കിട്ടിയിട്ടുള്ളൂ, 2 പേപ്പർ കിട്ടിയില്ല. അപ്പൊ സർട്ടിഫിക്കറ്റ് എങ്ങനെ അടുത്ത പ്രാവശ്യം എഴുതുമ്പോൾ? 2 പേപ്പർ കിട്ടിയിട്ടില്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് 4 പേപ്പർ കിട്ടിയാലേ സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. അപ്ലൈ ചെയ്യുമ്പോൾ നമ്മള് ഈ സോൺ തിരഞ്ഞെടുക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ടല്ലോ, അത് നമ്മളിപ്പം കോഴിക്കോട് സോൺ തിരഞ്ഞെടുത്ത ശേഷമല്ലേ നമ്മൾ കണ്ണൂർ നമ്മളുള്ള ജില്ല സെലക്ട് ചെയ്യേണ്ടത്? അതെ, ആദ്യം സോൺ തിരഞ്ഞെടുക്കണം.
നമ്മൾ ഏത് ജില്ലയിലാണോ വരുന്നത് അതിന്റെ സോൺ തിരഞ്ഞെടുക്കണം. പിന്നെ നമുക്ക് ഏറ്റവും സൗകര്യപ്രദമായ നമ്മൾ ജോലി ചെയ്യുന്ന ജില്ല ആദ്യം എടുക്കുക കേട്ടോ. പിന്നെ തൊട്ടടുത്ത ജില്ല അപ്ലൈ ചെയ്യുമ്പോഴാണ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് സോൺ തിരഞ്ഞെടുക്കുക. ഞാനൊരു വീഡിയോ ഹലോ സാറേ. സാറേ ഇത് സാറേ അന്ന് പിന്നെ ഡെമോന്റെ സമയത്ത് പറയുകയുണ്ടായി, അതായത് ലോവറിന്റെ കൂടെ ഹയർ എഴുതുന്നതാണ് നല്ലത്. അതിനെ കുറിച്ചിട്ട് ഞാൻ പിന്നീട് പറയാന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ സാറിന്റെ ക്ലാസ് ഇപ്പൊ കേൾക്കുമ്പോ അല്ല, ലോവറിന്റെ കൂടെ ഹയർ എഴുതുന്നത് പിന്നീട് പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടല്ലോ. ഞാൻ ആ ഡെമോയില് ലോവറും ഹയറും എഴുതണമെന്നാണല്ല പറഞ്ഞ എല്ലാവരോടും. എന്റെ ഒരു ഉപകാരം പിന്നെ പറയാന്ന് പറഞ്ഞ പോലെയാണ് എന്റെ ഒരു ഓർമ്മ. അല്ല അങ്ങനല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ലോവർ എഴുതുന്നവരും ഹയർ കൂടി എഴുതുന്നത് നല്ലതാണ്. അതിന് കാരണവും പറഞ്ഞിട്ടുണ്ട്. കാര്യം ലോവറിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ ലോവറിന്റെ തന്നെ 4 പേപ്പറും ജയിക്കണമെന്നില്ലല്ലോ. ഹയറും ലോവറും കൂടെ 4 പേപ്പർ ജയിച്ചാലും ലോവറിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ. അതെ. അപ്പൊ സാറേ ഈ ഫസ്റ്റ് ചാൻസ് ഇപ്പൊ ലോവർ എഴുതുമ്പോ ഫ്രീ ആണല്ലോ. അപ്പൊ നമുക്ക് ഹയർ എഴുതണ്ടല്ലോ. ലോവർ കിട്ടിയില്ലെങ്കിൽ അടുത്ത വർഷം ഹയർ എഴുതിയാ പോരെ, അല്ലെങ്കിൽ വേറെ എഴുതിയാ പോരെ? സാറിന്റെ ഇഷ്ടം. സാറിന് ഇപ്പൊ ഫസ്റ്റ് ചാൻസ് തന്നെ ജയിക്കണം, 4 പേപ്പർ കിട്ടണം. അപ്പൊ ലോവറും ഹയറും കൂടെ നമ്മൾ പരീക്ഷിക്കും. സാറിപ്പോ ലോവർ 4 പേപ്പർ എഴുതുന്നു, ഹയർ 4 പേപ്പർ എഴുതുന്നു. ഇപ്പൊ ലോവറിന്റെ KSR കിട്ടിയില്ല, ഹയറിന്റെ KSR കിട്ടിയാൽ പോരായോ? അത് സാറിന് ഇഷ്ടം പോലെ ചെയ്യാം. സാറ് ലോവർ 4 പേപ്പർ എഴുതുന്നത് 4 എഴുതിയാൽ മതി. ഇനി ഹയറൂടെ 4 എഴുതിയാൽ അത്രയും പരീക്ഷയ്ക്ക് ഒന്നുകൂടി നമ്മൾ ഇപ്പൊ ലോവറിന്റെ ഏതെങ്കിലും പേപ്പർ കിട്ടിയില്ലെങ്കിൽ ഹയറിന്റെ പേപ്പർ കിട്ടിയാൽ മതിയല്ലോ. അതുകൊണ്ടാണല്ലോ ഈ ലോവർ ഹയറും എഴുതാൻ പറയുന്നത്. അതല്ലെങ്കിൽ അടുത്ത വർഷം എപ്പോ വേണമെങ്കിലും എഴുതിയെടുക്കാം സാർ, കുഴപ്പമില്ല. ഓക്കെ സാർ കേക്കാവോ? കേക്കാം സാർ. ഫസ്റ്റ് ചാൻസിൽ അറിയാതെ ഫുൾ ക്യാഷ് അടച്ചു പോയി. അപ്പൊ ഇനി ഫ്രീ ചാൻസ് ഇല്ല. നോ ഫ്രീ ചാൻസ്. ഇല്ല, നോ അത് കിട്ടത്തില്ല. ഒരിക്കൽ ഫീസ് അടച്ചു കഴിഞ്ഞാൽ ഫ്രീ ചാൻസ് നഷ്ടപ്പെട്ടു എന്നാണ്. എങ്ങനെയാ ഉപയോഗിക്കുന്നത് പറഞ്ഞു തരുമോ? വിത്ത് ബുക്സ് ഉപയോഗിക്കുന്നത് നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുക. അപ്പൊ ക്ലാസ്സിനകത്ത് നമ്മൾ അതുമായിട്ട് ടെക്സ്റ്റുമായിട്ട് ഫെമിലർ ആയി പോകുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഓപ്ഷൻസ് ഒന്നുമില്ല. അതായത് ടെക്സ്റ്റ് വെച്ച് ക്ലാസ്സുകൾ കേൾക്കണം. പ്രത്യേകിച്ച് KSRനൊക്കെ ഞാൻ ടെക്സ്റ്റ് ഫോളോ ചെയ്ത ക്ലാസ്സുകൾ കേൾക്കുന്നത്. പിന്നെ ഫൈനാൻഷ്യൽ കോഡ്, ബഡ്ജറ്റ് മാനുവലും ഒക്കെ ടെക്സ്റ്റ് ആണ് ഫോളോ ചെയ്തേക്കുന്നത്. ആ ടെക്സ്റ്റൽ ബേസ്ഡ് ക്ലാസ്സുകൾ ആദ്യം കേൾക്കണം. അപ്പൊ ടെക്സ്റ്റ് എടുത്ത് വെക്കുമ്പോൾ നമുക്കൊരു പരിചയം വരും. അതുകൂടാതെ ഇൻഡെക്സ് ഞാൻ ക്ലാസ് ഇട്ടിട്ടുണ്ട്, അത് കേൾക്കണം കേട്ടോ. അപ്പൊ ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും കുറച്ച്. ഇൻഡെക്സും ടേബിൾ ഓഫ് കണ്ടന്റ്സും ഉണ്ട് കേട്ടോ. ഓക്കെ, അത് കേൾക്കണം. ആദ്യം ക്ലാസ്സുകൾ കേൾക്കുക, ടേബിൾ ഓഫ് കണ്ടന്റ്സ് പിന്നെ കേൾക്കുക, പിന്നെ പ്രീവിയസ് ചോദ്യങ്ങൾ കേൾക്കുക. അതായിരിക്കണം പരീക്ഷ പ്രിപ്പറേഷൻ. ടെക്സ്റ്റൽ ബേസ്ഡ് ക്ലാസ്സുകൾ ഫൈനാൻഷ്യൽ കോഡ് ആയാലും ബഡ്ജറ്റ് മേലായാലും ഇൻട്രൊഡക്ഷൻ ആയാലും ട്രസ്റ്റ് കോഡ് ആയാലും ടെക്സ്റ്റ് ബേസ്ഡ് ക്ലാസ്സുകളുണ്ട്, അത് കേൾക്കണം. അപ്പൊ പരീക്ഷ നമുക്ക് അതിനകത്തൊരു ഫെമിലർ ആവും ടെസ്റ്റ് ആണ്. സാർ പറഞ്ഞോളൂ. സാർ പറയട്ടെ ആദ്യം. സാർ പറ. സാർ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഫീസ് അടച്ചതാണ് സാർ. അപ്പോ ഇപ്പൊ ഒരു ഡൗട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എക്സാമൊക്കെ ഫീസ് അടച്ചതാണ്. ഇനി പ്രാവശ്യം ഫീസ് അടയ്ക്കണം വീണ്ടും? അല്ലല്ല, ഒരു ഡൗട്ട്. ഈ സർട്ടിഫിക്കറ്റ് ഫീസ് അടിച്ചിനോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട് സാർ. ഇല്ല, സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷന് ഹോൾ ടിക്കറ്റ് സാറിന് വന്നിരുന്നോ? വന്നിരുന്നു. അപ്പൊ പിന്നെ അടച്ചിട്ടല്ലേ ഹോൾ ടിക്കറ്റ് വരില്ല. സർട്ടിഫിക്കറ്റ് ഫീ. അതെ, സർട്ടിഫിക്കറ്റ് ഫീ സാർ അടച്ചിട്ടുണ്ടതുകൊണ്ടാണ് ഹോൾ ടിക്കറ്റ് വന്നത്. അതർവൈസ് യു വിൽ നോട്ട് ബി ഇഷ്യൂഡ് ഹോൾ ടിക്കറ്റ്. മനസ്സിലായോ? ഡിഫോൾട്ട് കാണിച്ചുള്ള സർട്ടിഫിക്കറ്റ് ഫീ സാർ അടച്ചാണ്, അതുകൊണ്ടാണ് ഹോൾ ടിക്കറ്റ് ഫീസ് ഇഷ്യൂ ചെയ്തത്. സർട്ടിഫിക്കറ്റ് ഫീ അടയ്ക്കാത്ത ആർക്കും ഹോൾ ടിക്കറ്റ് കിട്ടില്ല. അവരുടെ ആപ്ലിക്കേഷൻ നിരുപാധികം നിരസിക്കും. അപ്പൊ മാത്രമല്ല സാർ വീണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ സർട്ടിഫിക്കറ്റ് ഫീ അടച്ചിട്ടില്ലെങ്കിൽ വീണ്ടും 210 അവിടെ കാണിക്കും. ഡിഫോൾട്ട് ആയിട്ട് അവിടെ വരുമല്ലോ. അപ്പൊ പിന്നെ വന്നില്ലെങ്കിൽ അർത്ഥം എന്താ? വി ഹാവ് ഓൾറെഡി പെയ്ഡ്. മാത്രമല്ല സാർ യു റിസീവ്ഡ് ലാസ്റ്റ് ടൈം സർട്ടിഫിക്കറ്റ്, ഹോൾ ടിക്കറ്റ് കിട്ടി കഴിഞ്ഞല്ലോ സാറിന്. ഓക്കെ സർ, താങ്ക് യു സർ. അപ്പൊ പിന്നെ ആ ഒരു വിഷമം വേണ്ട. ഓക്കെ യെസ് മാഡം. നമ്മുടെ സാറ് പേ റിവിഷൻ ഓർഡറിന്റെ പ്രിന്റ് എടുത്തോണ്ട് പോവാന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. തീർച്ചയായിട്ടും. അതെ. നമ്മളത് KSRന്റെ കൂടെ നമ്മുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് സൈനും ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് വേണം, ഹെഡ് ഓഫ് ഓഫീസ് മതി. ഹോൾ ടിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ഓഫീസ് മേധാവി അത് സർട്ടിഫൈ ചെയ്യണം. ദിസ് ഈസ് ദ ട്രൂ കോപ്പി. ഡൗൺലോഡ് ഓഫ് ദ GOP നമ്പർ ഡൗൺലോഡഡ് ഫ്രം ദ വെബ്സൈറ്റ് ഓഫ് ദ കേരള ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ്. ഞാൻ ആ സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് മലയാളത്തിൽ ഒരു മെസ്സേജ് സഹിതം സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് അയച്ചു തന്നിട്ടുണ്ട് കേട്ടാ, ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഇനി കിട്ടുന്നില്ലെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ഷെയർ ചെയ്യും, വീണ്ടും ഷെയർ ചെയ്യും. അത് KSR പരീക്ഷയ്ക്കാണ് പേര് റിവിഷൻ കൊണ്ടുപോകാവുന്നത്. പേര് റിവിഷന്റെ ക്ലാസ്സുകൾ കേൾക്കണം.
അത് കേൾക്കുന്നുണ്ട് സാറേ. കഴിഞ്ഞിട്ട് ഇത് പ്രിന്റ് ഔട്ട് പരീക്ഷ ഹാളിൽ കൊണ്ടുപോകാം. നമുക്ക് അതിൽ നിന്ന് ധാരാളം മാർക്ക് കിട്ടും. പല പരീക്ഷയ്ക്കും ചോദിക്കാറുണ്ട് കേട്ടാ. മാത്രമല്ല ടി എ ഒക്കെ റിവൈസ്ഡ് റേറ്റ് എല്ലാം ഈ പേരിഷനിൽ കിടക്കുകയല്ലേ. അതെ അതെ. പുസ്തകം ഒന്ന് നോക്കിയാൽ പഴയതല്ലയോ, ജാമ്പവാന്റെ കാലത്തുള്ളതാണ്. അതിനകത്ത് ഇപ്പോഴത്തെ 70,000 രൂപയ്ക്ക് പകരം 3,000 രൂപ ആയിരിക്കും എഴുതിയിട്ടേക്കുന്നത് കേട്ടാ. ഓക്കെ സാർ. ഓക്കെ, താങ്ക് അതൊന്നും പുതുക്കുന്നില്ല. ഞാൻ നമ്മുടെ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നില്ല. സർക്കാരിന്റെ കുറ്റമല്ലല്ലോ, ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ കുഴപ്പമില്ല. സെക്രട്ടേറിയറ്റ് ഇരുന്ന് ചെയ്യേണ്ടതല്ലേ ഇതൊക്കെ. ഓക്കെ സാർ. ശരി ശരി. ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് അതൊക്കെ. യെസ് ഈ അക്കൗണ്ട് ടെസ്റ്റേ യെസ് മാഡം. ലോവറും ഹയറും രണ്ടും എഴുതണം നിർബന്ധമല്ലേ? നോ, നിർബന്ധമില്ല മാഡം. മാഡം ഏത് തസ്തികയിലാണ് വർക്ക് ചെയ്യുന്നത്? എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഹൈസ്കൂൾ ടീച്ചറാണോ? ലോവറും ഒരു പരീക്ഷ എഴുതണമെന്ന് സർക്കാർ നിർബന്ധമില്ല, ഡിപ്പാർട്ട്മെന്റ് നിർബന്ധമില്ല. മാഡത്തിന് പ്രൊമോഷൻ വേണമെന്നുണ്ടെങ്കിൽ ലോവർ പാസ്സായിരിക്കണം, അല്ലെങ്കിൽ ഹയർ പാസ്സായിരിക്കണം, അല്ലെങ്കിൽ ലോവറിൽ നിന്നും ഹയറിൽ നിന്നും കൂടെ ആവശ്യമുള്ള 4 പേപ്പറുകൾ: KSR, ഫൈനാൻഷ്യൽ കോഡ്, ഇൻട്രൊഡക്ഷൻ, ട്രഷറി കോഡ്, KER. മനസ്സിലായോ? 5 പേപ്പർ എഴുതണം നിർബന്ധമില്ല. നോ നിർബന്ധം, നോ കമ്പൾസറി. ടീച്ചറായിട്ട് ഏറ്റവുമായിട്ട് പ്രൊമോഷൻ കിട്ടാൻ ടീച്ചർ ലോവറിന്റെ 4 പേപ്പർ ജയിച്ചിരിക്കണം, KER ജയിച്ചിരിക്കണം എന്ന റൂളിൽ പറഞ്ഞിരിക്കുന്നത്. അത് അപ്പൊ എച്ചമാകാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എഴുതിയാൽ മതിയാവും. ഹയറോ ലോവറോ കമ്പൾസറി ആയിട്ട് എഴുതണമെന്നില്ല. ഹയർ ആരും തന്നെ കമ്പൾസറി എഴുതണമെന്നില്ല. പക്ഷെ നമ്മൾ സൗകര്യാർത്ഥം ലോവർ ഹയറും എഴുതും. കാരണം KSR എന്ന് പറഞ്ഞാൽ ലോവറിൽ KSR ഉണ്ട്, ഹയറിൽ KSR ഉണ്ട്. നമ്മൾ ഏതെങ്കിലും ജയിച്ചാൽ മതി കേട്ടോ. ഏതെങ്കിലും KSR കിട്ടിയാൽ മതി. അത് ടീച്ചറുടെ അവൈലബിലിറ്റി ഓഫ് ടൈം, സമയം. നമുക്ക് എത്രത്തോളം സമയമുണ്ട് ആ സമയം അനുസരിച്ച് കേൾക്കുക. അത് എൻ്റെ ഒരു അഭിപ്രായം. KSR അങ്ങ് കേട്ട് പരീക്ഷ എഴുതാൻ ശ്രമിക്കുക. കാര്യം ഏറ്റവും പാടുള്ളതും ഒരുപാട് കാര്യങ്ങളുള്ളത് KSR. ബാക്കി പിന്നീട് എഴുതുന്നതായിരിക്കും നല്ലത്, സമയക്കുറവുള്ളവർ. ഇനി അഥവാ 2 പേപ്പർ സമയം ഉണ്ടെങ്കിൽ KSR-ഉം ഇൻട്രൊഡക്ഷനും ട്രൈ ചെയ്യുക. ഇൻട്രൊഡക്ഷൻ ആൻഡ് കേരള അക്കൗണ്ട് കോഡ് വോളിയം 2 പേപ്പർ ട്രൈ ചെയ്യാം. പിന്നെ സമയം ഉണ്ടെങ്കിൽ KER-ഉം കൂടെ ട്രൈ ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്യാം. KSR എഴുതാൻ നോക്കാം. ഫൈനാൻഷ്യൽ കോഡ്, ട്രഷറി കോഡ് അങ്ങോട്ട് മാറ്റി ഉടനടി ആകുന്നില്ല, പിന്നെ ധൃതി പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ടീച്ചർ എപ്പോൾ ടീച്ചർ എഴുതുന്നു അത്രയും വരെ ഞാൻ ക്ലാസ് തരും. മാത്രമല്ല എന്റെ ക്ലാസ് ലൈവ് കിട്ടണ്ടില്ലെങ്കിൽ പോലും ആപ്ലിക്കേഷൻ ക്ലാസ്സുകൾ കിട്ടും. അതവിടെ കിടക്കും, ഉടനെ ഒന്നും ആരുടെയും മാറ്റത്തില്ല കേട്ടോ. ഓക്കെ, ആ പരീക്ഷ എഴുതാൻ പറ്റിയ സമയം. ഇനി അഥവാ എന്തെങ്കിലും കാണാൻ പറ്റില്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഐ വിൽ ക്ലാസ് അനുവദിക്കാം കേട്ടോ. അതിനൊന്നും പേടിക്കണ്ട. ഓക്കെ, കാര്യം അത് ഞാൻ പരിശുദ്ധ തന്നെ പറയുന്നുണ്ടല്ലോ, ഒരു പ്രാവശ്യം ഫീസ് അടച്ചു കഴിഞ്ഞാൽ ക്ലാസ്സുകൾ കിട്ടും. അതുകൊണ്ട് ഞാൻ ആരുടെ സർട്ടിഫിക്കറ്റ് പോലും അങ്ങനെ ചോദിക്കുന്നില്ല. ഏതൊക്കെ പേപ്പർ എഴുതിയിട്ടുണ്ട് അപൂർവമായിട്ടൊക്കെ വിളിച്ചിട്ടൊക്കെ സർട്ടിഫിക്കറ്റ് ഒത്തിരി തവണ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 5 പ്രാവശ്യമായിട്ട് ഇപ്പോൾ ചോദിക്കുന്നവരാണെങ്കിൽ സർട്ടിഫിക്കറ്റ് അയച്ചു തരാൻ പറയും ചിലപ്പോൾ. അത്രയും. യെസ്, അതും കമ്പൾസറി ഒന്നും ആക്കുന്നില്ല. ഓരോരുത്തർ പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ, മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് ഓക്കെ. യെസ് യെസ് ഞാൻ പ്രൈമറി ടീച്ചറാണ്. യെസ് സർ. ഫസ്റ്റ് ചാൻസ് ഞാൻ പൈസ അടച്ചു. പരീക്ഷ ഹോൾ ടിക്കറ്റ് വന്നു, പരീക്ഷ എഴുതിയില്ല. ഇനി ഫ്രീ ചാൻസ് ഇല്ല. ഇനി പരീക്ഷ ഫീസ് അടച്ചിരിക്കണം, കമ്പൾസറിയാണ്. ഇനി ഫ്രീ കിട്ടത്തില്ല സർ. കാര്യം ഒരിക്കൽ PSC-യുടെ റെക്കോർഡിൽ നമ്മൾ പരീക്ഷാ ഫീസ് അടച്ചെഴുതിയാൽ അതിന്റെ അർത്ഥം നമ്മൾ ഓൾറെഡി ഫ്രീ അവൈൽ ചെയ്ത് കഴിഞ്ഞു എന്നാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ റിജക്ഷൻ വരും. അതുകൊണ്ടാണ്. യെസ് ഓക്കെ. യെസ് മാഡം. യെസ് മാഡം. സാർ, ഞാൻ പത്തനംതിട്ടയാണ് വർക്ക് ചെയ്യുന്നത്. എന്റെ സ്ഥലം കോട്ടയമാണ്. കോട്ടയം വേറെ സോണല്ലേ? നമ്മുടെ പത്തനംതിട്ട എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം സോണല്ലേ? തിരുവനന്തപുരം സോണാണല്ലോ. പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം. അപ്പൊ ടീച്ചർ കോട്ടയത്ത് വെച്ച് പരീക്ഷ എഴുതുന്നതിന് ടീച്ചർക്ക് തടസ്സമൊന്നുമില്ല. പക്ഷെ അവധി എടുത്തുകൊണ്ട് പരീക്ഷ എഴുതേണ്ടി വരും. ഡ്യൂട്ടി ആയിട്ട് പരിഗണിക്കത്തില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളടത്ത് പരീക്ഷ എഴുതാം, കുഴപ്പമൊന്നുമില്ല. യെസ്, അത് നമ്മുടെ സൗകര്യം, നോ പ്രോബ്ലം. കേരളത്തിൽ എവിടെ വെച്ചും പരീക്ഷ എഴുതാം. പിന്നെ നമ്മൾ ഡ്യൂട്ടിയായി പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സോണിൽ തന്നെ എഴുതാം. എന്താ മാഡം? പത്തനംതിട്ട തന്നെയാണെങ്കിൽ ഡ്യൂട്ടി ആയിട്ട് പരിഗണിക്കുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. പത്തനംതിട്ട അല്ല, കൊല്ലമായാൽ പരിഗണിക്കും, തിരുവനന്തപുരം കിട്ടിയാലും പരിഗണിക്കും. കാരണം പത്തനംതിട്ട ജോലി ചെയ്യുന്ന ആളിന് പത്തനംതിട്ട തന്നെ സെന്റർ കിട്ടണമെന്നില്ലല്ലോ. ചിലപ്പോൾ കൊല്ലത്ത് സെന്റർ വരാം, ആലപ്പുഴ സെന്റർ വരാം, തിരുവനന്തപുരത്ത് സെന്റർ വരാം. ഈ 4 ജില്ലകളിൽ എവിടെ പോയി എഴുതുന്നതിനും സമയം നമുക്ക് ഡ്യൂട്ടി ആയിട്ട് പരിഗണിക്കും. പക്ഷെ നമ്മൾ നമ്മുടെ സോണിന് പുറത്തു പോയി എഴുതിയാൽ നമുക്ക് സോണാണ് ചൂസ് ചെയ്യാവുന്നത്. പിന്നെ നമുക്ക് ജില്ല ഓർഡർ പ്രിഫറൻസ് അനുസരിച്ച് ചൂസ് ചെയ്യാം. അപ്പൊ അതിന് വലിയ കാര്യമില്ല. ഇപ്പൊ നമ്മള് ഇപ്പൊ പത്തനംതിട്ട ജോലി ചെയ്യുന്ന ആള് തിരുവനന്തപുരം ചൂസ് ചെയ്ത് എഴുതിയാലും ഡ്യൂട്ടി കിട്ടും, കുഴപ്പമില്ല കേട്ടോ. യെസ്, ജില്ല അതിപ്പോ ഇഷ്ടമുള്ള ജില്ല തിരഞ്ഞെടുക്കാം.
പക്ഷെ സോൺ കമ്പൾസറി ആയിട്ട് അത് തന്നെ ചൂസ് ചെയ്യണം. സോണിന് പുറത്ത് പോയി എഴുതിയാൽ ഡ്യൂട്ടി ആയിട്ട് പരിഗണിക്കില്ല മാഡം. യെസ് മാഡം, താങ്ക് യു. വേറെ ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? സാറേ നമ്മളിപ്പം ഹലോ സാറേ യെസ് മാഡം. ഓക്കെ സാർ, ഓക്കെ സാർ, താങ്ക് യു, താങ്ക് യു. സാറേ നമ്മളിപ്പോ എഴുതിയ പരീക്ഷയുടെ റിസൾട്ട് പാസ് ആയതിന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യണോ അതോ എങ്ങനെയാ സാർ അത് കിട്ടുന്ന വേണ്ട വേണ്ട സർട്ടിഫിക്കറ്റ്? മാഡം, വേണ്ട വേണ്ട വേണ്ട, എല്ലാം നമ്മുടെ പ്രൊഫൈലിലുണ്ട്. നമ്മുടെ പ്രൊഫൈല് അപ്ലൈ ഫോർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിടപ്പുണ്ട് കേട്ടോ. സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും പരീക്ഷ നമ്മളിപ്പോ KER ടീച്ചർ ജയിച്ചിട്ടുണ്ട്, മാഡം ജയിച്ചെന്നിരിക്കട്ടെ, അപ്പോഴ് ടീച്ചറാണ് KER ജയിച്ചെന്നിരിക്കട്ടെ, അപ്പൊ അപ്ലൈ ഫോർ സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ എന്താണ്? MOP. അപ്പൊ അപ്ലൈ ഫോർ സർട്ടിഫിക്കറ്റ് ക്ലിക്ക് ചെയ്താൽ എലിജിബിലിറ്റി ഫോർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അവിടെ കാണിക്കും. അത് ക്ലിക്ക് ചെയ്ത് അങ്ങ് പ്രൊസീഡ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. ഓൺലൈൻ നമ്മളങ്ങ് മൂവ് ചെയ്ത് വെച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. നേരിട്ട് വേണമെന്നുണ്ടെങ്കിൽ പ്രിന്റ് ഔട്ട് എടുത്ത് അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് ഒരു ലെറ്റർ ഓട്ടങ്ങ് ചെന്നാൽ മതി കേട്ടോ. നമ്മുടെ ഓഫീസിൽ കൊടുക്കണമായിരിക്കും അല്ലേ? ഓഫീസില് നമ്മൾ പ്രിന്റ് ഔട്ട്, നമുക്ക് കയ്യിൽ സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ അപേക്ഷയുടെ ഒരു പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ഓഫീസറുടെ കയ്യിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങണം ഓഫീസിൽ നിന്ന്. ഇത് അർജന്റ് ആണെന്നും പറഞ്ഞു അവരുടെ ഒരു കത്ത് വേണം, റെക്കമെൻഡേഷൻ. അതും ഒഫീഷ്യൽ ID ആയിട്ട് PSC ഓഫീസിൽ നേരിട്ട് ചെന്നാൽ അവർ അന്നേരം എഴുതും. അന്ന് ആയിക്കോട്ടെ സാർ, ആയിക്കോട്ടെ, താങ്ക് യു. ശരി സാർ, താങ്ക് യു. യെസ് മാഡം. ഹലോ, വേറെ ആരോ മാഡം ചോദിച്ചല്ലോ മാഡം. ഹലോ, യെസ് യെസ്. സാറേ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സാറേ 2003 ഇപ്പൊ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോ LDC ആയിരുന്നു ജുഡീഷ്യറിയില്. അപ്പോ MOPയും ട്രഷറി കോഡും കിട്ടിയിട്ടുണ്ട്. ഹോൾ ടിക്കറ്റ് ഉണ്ടോ? ഹോൾ ടിക്കറ്റ് കയ്യിലില്ലേ സാറേ? അഡ്മിഷൻ നമ്പർ എന്തെങ്കിലും ഉണ്ടോ സാറേ? MOP രേഖപ്പെടുത്തി വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. MOP അല്ല, അത് രണ്ടും ചിലപ്പോൾ 2 തവണയായിട്ടാണ് ജയിച്ചതെങ്കിൽ അറിയാൻ പറ്റത്തില്ല. അതായത് ഒന്നുകിൽ ഇത് രണ്ടും രേഖപ്പെടുത്തിയ ഹോൾ ടിക്കറ്റ് വേണം, അല്ലെങ്കിൽ നമ്മുടെ ഗസറ്റിന്റെ നോട്ടിഫിക്കേഷൻ വേണം, അതിനകത്ത് കാണും. എന്നാലേ അത് എടുക്കാൻ പറ്റൂല. നമുക്ക് അഡ്മിഷൻ നമ്പർ വേണം. PSC ചെന്ന അഡ്മിഷൻ നമ്പർ കണ്ടുപിടിക്കുക പാടാണ്. ഒന്ന് നേരിട്ട് പോയി ശ്രമിച്ചു നോക്കിയാൽ ചിലപ്പം എഴുതിയ വർഷവും മാസവും കൊണ്ട് ചിലപ്പോൾ കിട്ടിയ പേര് വെച്ചിട്ട് ചൂസ് ചെയ്യാം. സാർ രണ്ടാമത് എഴുതുന്നോണ്ട് കുഴപ്പമില്ലല്ലോ? ഒരു കുഴപ്പമില്ല, അപ്ലൈ ചെയ്തേ. ആയിക്കോട്ടെ സാർ. ഓക്കെ ഓക്കെ. മാഡം എന്താ പറയാൻ വന്നേ? മാഡം പറയാൻ വന്നല്ലോ. ഹലോ സാർ, ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ ജോലി ചെയ്യുന്ന നേറ്റീവ് ഡിസ്ട്രിക്ട് കൊല്ലം. അപ്പൊ ഫസ്റ്റ് പ്രിഫറൻസ് എനിക്ക് കൊല്ലം വെക്കുന്നോണ്ട് പ്രശ്നമില്ല. കൊല്ലം വെച്ചോ മാഡം, ഒരു കുഴപ്പമില്ല. അതൊന്നും ആരോടും പറയൊന്നും വേണ്ട. ഓക്കെ സാർ, ഓക്കെ ഓക്കെ. നമ്മൾ തിരുവനന്തപുരം സോൺ അപ്ലൈ ചെയ്യണമെന്നേ പറയുന്നുള്ളൂ കേട്ടോ. അല്ല, കൊല്ലം തന്നെ ചൂസ് ചെയ്യാൻ പറയുന്നില്ല, തിരുവനന്തപുരം തന്നെ ചൂസ് ചെയ്യണമെന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള ആ സോണിൽ ഏത് ജില്ല വെച്ചോ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് അവിടെ കിട്ടിയത് മാഡം മാത്രം തിരുവനന്തപുരത്തും ജോലി ചെയ്യുന്ന ആള് തിരുവനന്തപുരത്തിനോ കിട്ടണമെന്നില്ല. മിക്കവാറും കൊല്ലമൊക്കെ ആയിരിക്കും കിട്ടുന്നത്. PSC അങ്ങനെയൊക്കെയാ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതെല്ലാം മെഷീൻ സിസ്റ്റം അല്ലേ ഇപ്പോഴ്. അപ്പൊ ഏതെങ്കിലും ആർക്കെങ്കിലും ഒക്കെ അലോട്ട് ചെയ്യില്ലേ ചെയ്യും. സോണിൽ തന്നെ കൊടുക്കുവാണ്. ഒരു പണിഷ്മെന്റ് പോലെ. അതിനൊക്കെ 100 കിലോമീറ്റർ ദൂരെയാ പരീക്ഷ നടത്തുന്നത്. ഇലക്ഷൻ ഡ്യൂട്ടി പോലെ ആയിരിക്കുക. പണ്ടാണെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് അടുത്ത 5 കിലോമീറ്ററിനകത്തൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പൊ അത് കിട്ടില്ല. സോൺ തിരഞ്ഞെടുക്കണം. സോൺ തിരഞ്ഞെടുത്താൽ തന്നെ നമ്മുടെ ജില്ലയിൽ നമുക്ക് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും. നമ്മുടെ ജില്ലയിലുള്ളവർക്ക് നമ്മൾ തിരുവനന്തപുരത്തായിരിക്കും, തിരുവനന്തപുരത്തുള്ളവർക്ക് കൊല്ലവും കൊടുക്കും. അങ്ങനെയൊക്കെയാ. യെസ് സർ. സാറേ, ഞാൻ ആ PSCയുടെ മറ്റേ തുളസി 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളതാണ്. അതിനകത്ത് പോരാ, സെപ്പറേറ്റ് തന്നെ ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് ലോഗിൻ PSC സൈറ്റിൽ കഴിയുമ്പോൾ അവിടെ ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് എന്ന് പറഞ്ഞ് ലോഗിൻ നമ്പർ ഓപ്ഷൻ ഉണ്ട്. അവിടെ ഒരു ബട്ടൺ കിടപ്പുണ്ട് കേട്ടാ. അത് തന്നെ അതിൽ സെപ്പറേറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് അപ്പോൾ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യണം. ഓക്കെ. വല്ലപ്പോഴും PSCയുടെ സൈറ്റിൽ കയറി ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത് കേട്ടോ. യെസ് യെസ്. സർ, 2025 മെയില് പ്രൊമോഷൻ സാധ്യതയാണ്. അപ്പോഴിനി ഈ ഒരു ചാൻസ് അല്ലേ ഉള്ളൂ? അടുത്ത എക്സാം 2025 മെയില് അല്ലയോ? അപ്പൊ 2025 ജാനുവരിയിലെ പരീക്ഷ റിസൾട്ട് വരത്തില്ല. അപ്പൊ ഈ ഒരു ചാൻസേ ഉള്ളൂ. അപ്പൊ പെട്ടെന്ന് അങ്ങ് എഴുതാൻ നോക്കി എല്ലാം കൂടെ കേട്ടോ, വർക്ക് ചെയ്ത്. ഓക്കെ സർ. ഓക്കെ ശരി ശരി. യെസ് മാഡം. സാർ, കുറച്ച് ഡൗട്ട് ചോദിക്കുന്ന കേട്ടായിരുന്നു. ഞാൻ എക്സാം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ടൈം ഞാൻ ഫുൾ ഫീസ് അടച്ചാണ് എഴുതിയത്. പക്ഷെ സെക്കൻഡ് ടൈം ഞാൻ അപ്ലൈ ചെയ്തപ്പോ ഫീസ് ചാൻസ് കണ്ടപ്പോ ഞാൻ അത് അവൈഡ് ചെയ്തായിരുന്നു. സെക്കൻഡ് ടൈമിലേക്ക് അവൈഡ് ചെയ്തോ? അത് കിട്ടിയിരുന്നോ? കിട്ടിയായിരുന്നു. അതിപ്പോ എല്ലായ്പ്പോഴും കിട്ടണമെന്നൊന്നും ഇല്ല കേട്ടോ. ബെറ്റർ നമ്മൾ ഒരിക്കലെങ്കിലും പരീക്ഷ ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ചാൻസ് പിന്നെ അവൈൽ ചെയ്യാതെ ഫ്രീ അവൈൽ ചെയ്ത് പരീക്ഷ ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ പരീക്ഷ ഫീസ് അടയ്ക്കുന്നതാണ് സേഫ് കേട്ടോ.
ഞാനിപ്പോ സെക്കൻഡ് ടൈം അങ്ങനെ കൊടുത്തപ്പോ കിട്ടിയതാണ്. ചിലപ്പോ കിട്ടിയെന്നിരിക്കും. അത് നേരത്തെ ഭാഗ്യത്തിന് റിജക്ഷൻ വന്നില്ലെന്നേ ഉള്ളൂ. ചിലപ്പോൾ അതൊക്കെ റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട് കേട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല കിട്ടുമെന്ന്. ഓക്കെ താങ്ക് യു. ഓക്കെ, ഒരു പേപ്പറിന് അപ്ലൈ ചെയ്താൽ പോലും കിട്ടത്തില്ല, പിന്നെ അത് കിട്ടത്തില്ല. യെസ്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാമല്ലോ. ക്ലാസ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യട്ടെ? സാറേ ഒരു സംശയം കൂടി. യെസ് യെസ് സാർ. സാറേ ഞാൻ ഫീസ് അടച്ച ആപ്പ് ഒന്ന് ആക്റ്റീവ് ആകുന്നിപ്പോ സാർ. ഇപ്പോഴാണോ ഫീസ് അടച്ചത്? എന്നായിരുന്നു? ഇന്നലെ. സാർ നാളെ ക്ലിയർ ആവും സാർ. നാളെ ക്ലിയർ ആവും. യെസ്, അലോട്ട് ചെയ്യാം. ഓക്കെ സാർ. ഓക്കെ സാർ. വേറെ പരീക്ഷ സംബന്ധിച്ചിട്ട് പരീക്ഷ സംബന്ധിച്ച് ആർക്കും സംശയമൊന്നുമില്ലല്ലോ. ഞാൻ യൂട്യൂബിന്റെ ഒരു ലിങ്ക് കൂടെ അയച്ചു തരാം, എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത്. അതിൽ ഇത് PDF അയച്ചു തരാം, എല്ലാം ഒന്ന് വായിച്ചിട്ടൊക്കെ ചെയ്യും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഓക്കെ, ശരി. താങ്ക് യു. താങ്ക്സ് അലോട്ട്. ഗുഡ് നൈറ്റ്.